അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധനിതര നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സിബി KS ആണ്. ദൈവദാസന്റെ സാക്ഷ്യം അരോമ ടിവി പ്രേക്ഷകർക്ക് വലിയ ഒരു അനുഗ്രഹവും മുതൽക്കൂട്ടും ആയിത്തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ബ്രെയിൻ ട്യൂമർ വന്ന് വലത് കൈയും കാലും തളർന്ന് 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ട് മരണം നിശ്ചയിക്കപ്പെട്ട് 1.5 വർഷത്തിനകത്ത് മരിച്ചു പോകുമെന്ന് തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളിയ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രവർത്തിച്ചപ്പോൾ നടന്ന അത്ഭുതകരമായ ഒരു സാക്ഷ്യം. മരണം കാത്ത് നാട്ടുകാരും വീട്ടുകാരും ഇരുന്നപ്പോൾ ഉണ്ടായ അത്ഭുത വിടുതലിനെ കുറിച്ചുള്ള അസാധാരണ അനുഭവങ്ങളുടെ ഓർമ്മകളുമായി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം കർത്താവിൻ്റെ ദാസൻ സമയം ചിലവഴിക്കുന്നു. ഈ സാക്ഷ്യം പ്രേക്ഷകരെ നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി തീരും. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുവാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുമായി പങ്കിടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനയിലും നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സിബി KSനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചു കൊടുക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ഇതുപോലൊരു അനുഗ്രഹിക്കപ്പെട്ട സമയം കർത്താവ് എനിക്ക് തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ വളരെ ശക്തമായി തന്റെ നാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അരോമ ടിവിയെ പോലുള്ള ഒരു ടിവിയിൽ പ്രിയ കർത്തൃദാസൻ ദാനിയേൽ പാസ്റ്ററിനോടൊപ്പം ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളും ദൈവം ചെയ്ത വിടുതലുകളും ദൈവം എന്നെ എങ്ങനെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുവാനും ദൈവം എനിക്ക് തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും പ്രിയ കർത്താവിന്റെ ദാസനോട്, ദൈവദാസിയോട്, കുഞ്ഞുങ്ങളോട്, ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഉള്ള സ്നേഹവന്ദനവും നന്ദിയും ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. പ്രത്യേകിച്ച് എൻ്റെ ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുന്നത് ഒരിക്കലും എൻ്റെ സാക്ഷ്യമെന്നല്ല, അരോമ ടിവിയിൽ വരുന്ന ചില സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ സാക്ഷ്യങ്ങളും ദൈവജനത്തെ ബലപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ പ്രാരംഭത്തിൽ എനിക്ക് പറയുവാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത, കർത്താവായ യേശുക്രിസ്തു ചെയ്ത ഈ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സമയം ചെലവഴിച്ച് കേൾക്കുന്നത് ഒരിക്കലും ഒരു നഷ്ടമാകില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത്, നാം ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നു എന്നല്ല, ദൈവസന്നിധിയിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ അതേക്കുറിച്ച് പറയാറുള്ളത്. ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യം അതാണ്. ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുകയല്ല, സന്നിധിയിൽ നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു സാക്ഷ്യത്തിനും ദൈവനാമ മഹത്വത്തിനും വേണ്ടി അരോമ ടിവി ഇൻവെസ്റ്റ് ചെയ്ത ഈ സമയം ആ അരോമ ടിവിക്കും പ്രിയ കർത്തൃദാസനും ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവർക്കും അതൊരു അനുഗ്രഹവും ഒരു ദൈവിക ഉയർച്ചയ്ക്ക് നാമമഹത്വത്തിനും കാരണമായി തീരുകയും ചെയ്യുമെന്ന് ഞാൻ പ്രാരംഭത്തിൽ വിശ്വസിക്കുകയും അത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യുകയാണ്. എൻ്റെ പേര് സിബി എന്നാണ്, സിബി KS. എൻ്റെ സ്വന്തം ദേശം തൊടുപുഴയ്ക്കടുത്ത് വഴുത്തല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഞാനിവിടെ, എനിക്ക് അമ്മയുണ്ട്, അച്ഛൻ കഴിഞ്ഞ കൊറോണ കാലത്ത് മരിച്ചുപോയി. പിന്നെ 2 സഹോദരന്മാരുണ്ട്. അവരുടെ കുടുംബം വിശ്വാസത്തിലല്ല എന്ന് പറയുന്നതിലും ദുഃഖമുണ്ട്. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതം ഓർത്താൽ അവർക്ക് വിശ്വാസത്തിലേക്ക് വരാതിരിക്കാൻ കഴിയാത്തവരാണ്. പക്ഷെ എന്തുകൊണ്ടോ എന്നറിയില്ല, ദൈവിക സമയമാകുമ്പോൾ ദൈവം അവരെ വേർതിരിക്കുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഭാര്യയുണ്ട്, ഒരു മോനുണ്ട്, +1 പഠിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഞാനും ഭാര്യയും കുഞ്ഞും. ഞങ്ങളിപ്പോൾ ഇടുക്കി ജില്ലയില് കുഞ്ചിത്തണ്ണി, മൂന്നാറിനടുത്ത് കുഞ്ചിത്തണ്ണി എന്ന് പറയുന്ന സ്ഥലത്ത് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു സഭയില്, ചിങ്ങവനത്തുള്ള ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു ദൈവസഭയില് ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു.
കർത്താവ് ഇവിടെയും ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ വലിയ സന്തോഷവും ആശ്വാസവും ഉണ്ട്. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നാണ് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്നതിന് പ്രത്യേക കാരണമുണ്ട്. എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കുറെ കാലഘട്ടങ്ങളിൽ ഞാനൊരു ഭക്തനായ മനുഷ്യൻ തന്നെയായിരുന്നു. കുഞ്ഞിലേ ഉള്ള കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ദിവസേന അമ്പലത്തിൽ പോവുകയും, ഇത് എൻ്റെ നാട്ടിലുള്ള ആളുകൾ, എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളൊക്കെ കേൾക്കുമ്പോൾ അവർക്കറിയാം ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്. ഞങ്ങൾ എന്നും മിക്കവാറും എല്ലാ വൈകുന്നേരങ്ങളിലും ദീപാരാധന എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് തൊഴാൻ പോവുകയും അതിരാവിലെ പോവുകയും ഒക്കെ ചെയ്തൊരു കാലഘട്ടമാണ് അന്ന്. പക്ഷെ കുറച്ച് നാളുകള് പ്രായമൊക്കെ കഴിഞ്ഞ് ഒരു 10ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങള് തീരെ ഇപ്പോ പറയുകയാണെങ്കിൽ ഞങ്ങള് ഇടത്തരക്കാരുമല്ല, ദാരിദ്ര്യം നിറഞ്ഞ അല്ലെങ്കിൽ ദരിദ്രപരമായ ചുറ്റുപാടുകളാണ് ഞങ്ങളുടേത്. അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരാണ്. ആഹ് അങ്ങനെ ദാരിദ്ര്യപരമായ കാലഘട്ടങ്ങളിൽ എനിക്കൊരു സംശയം ഉണ്ടായത് ഇങ്ങനെയാണ്. ശരിക്കും ദൈവം ഉണ്ടെങ്കില് നമ്മുടെ കാര്യങ്ങൾ പോലും നടത്താൻ കഴിയാതെ വണ്ണം നമ്മൾ ദാരിദ്ര്യാവസ്ഥയിലാണ്. പലപ്പോഴും നമ്മുടെ ആഗ്രഹത്തിനൊത്തോ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ളത് പോലും നടത്താൻ കഴിയാത്തത് കൊണ്ട് ദൈവം ഉണ്ടോ എന്നൊരു സംശയം ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ഞാൻ അതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഒരു 10-15 വയസ്സൊക്കെ ആയപ്പോഴേക്കും ദൈവം ഇല്ല എന്നൊരു ചിന്തയിലേക്ക് ഞാൻ എത്തി. കാരണം ദൈവം ഉണ്ടെന്ന് തെളിയിക്കാൻ ഒന്നും എൻ്റെ കയ്യില് അല്ലെങ്കിൽ എൻ്റെ ചിന്തയിലോ എൻ്റെ മുമ്പിലോ ഇല്ല. അപ്പോ അങ്ങനെ വന്നപ്പോ ദൈവം ഇല്ല എന്നൊരു ചിന്തയിലേക്ക് ഞാൻ എത്തി. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ പലതും നെഗറ്റീവായിട്ട് നമ്മളെ പെട്ടെന്ന് സ്വാധീനിക്കുന്നതാണ്. നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ച് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതാണ് സത്യമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സമയമാണ്. ആ കാലഘട്ടങ്ങളിൽ ഞാൻ ഒരുപാട് വായിക്കുമായിരുന്നു. വിശ്വാസ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് എൻ്റെ വായന കുറഞ്ഞത്. എൻ്റെ വായന കുറഞ്ഞിട്ടില്ല. ആ വായന ഞാന് ബൈബിളിലേക്കും മറ്റ് ആത്മീയ കാര്യങ്ങളിലേക്കും തിരിച്ചുവിട്ടു എന്നത് മാത്രം. പക്ഷെ ഞാനൊരു കടലാസ് കിടന്നാൽ പോലും വഴി കിടന്നാൽ അതെടുത്ത് വെച്ച് വായിക്കുമായിരുന്നു. അങ്ങനെ വായിച്ച് ഞങ്ങൾക്ക് എൻ്റെ വീടിനടുത്ത് ഞങ്ങൾക്കൊരു കുഞ്ഞു ലൈബ്രറി ഉണ്ട്. ഇരുട്ടുതോട് സന്തോഷ് ക്ലബ്ബ് എന്ന് പറയും. അപ്പൊ അവിടെ നോവലുകൾ മാത്രമല്ല പല പല പുസ്തകങ്ങളും ഉണ്ട്. അതിനകത്ത് ഒരു പുസ്തകം ഒരിക്കല് ഞാൻ വായിച്ചത് എ.ടി. കോവൂരിന്റെ യുക്തിചിന്ത എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ചു. എ.ടി. കോവൂരിനെ വേണമെങ്കിൽ നമ്മുടെ യുക്തിവാദികളുടെ തലതൊട്ടപ്പൻ എന്നൊക്കെ പറയാവുന്ന ആളാ. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദൈവമില്ല എന്ന് സ്ഥാപിക്കാൻ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിക്കും സത്യമാണെന്ന് എനിക്കും തോന്നി. ആ ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഞാൻ ഒരിക്കലും ഒരു പുസ്തകം വായിച്ചപ്പോൾ സ്റ്റീഫൻ ഹോക്കിൻസിന്റെ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു പുസ്തകം, അദ്ദേഹത്തെ വളരെ പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണല്ലോ സ്റ്റീഫൻ ഹോക്കിൻസ്. അദ്ദേഹം പറഞ്ഞതും ഇങ്ങനെയാണ്, ഞാൻ ഈ ശൂന്യാകാശത്തിൽ ഒരുപാട് ദൈവത്തെ നോക്കിയിട്ടും ഒരിടത്തും എനിക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റും ഞാൻ ഇങ്ങനെ വായിച്ചു. അപ്പോ ഞാൻ ചിന്തിച്ചു, ശരിയാണ്, ശരിക്കും ദൈവമില്ല. എന്റെ സാഹചര്യങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ ദൈവം ഉണ്ട് എന്ന് വിചാരിക്കുവാനുള്ള യാതൊന്നും എനിക്ക് കണ്ടെത്താനും കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ ദൈവം ഇല്ല എന്നുള്ളൊരു കാലഘട്ടങ്ങളിൽ ഞാന് പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞു, പ്രീ ഡിഗ്രി. എന്റെ കാലഘട്ടങ്ങളിലൊക്കെ പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രി പഠിക്കുവാനായിട്ട് ഞാന് പോയി. അപ്പൊ അവിടെ ആ സമയത്തും ഞാന് എൻ്റെ കൂട്ടുകാരോട് ദൈവം ഇല്ല എന്ന് പറഞ്ഞ് വളരെ ശക്തമായിട്ട് വാദിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഉദാഹരണങ്ങൾ പലപ്പോഴും എനിക്ക് പരാജയം പറ്റിയിട്ടുമുണ്ട്. എന്നാൽ പലരെയും ഞാൻ പരാജയപ്പെടുത്തിയിട്ടുമുണ്ട് ദൈവം ഇല്ല എന്ന് വാദിച്ച്. അപ്പോ ഈ ദൈവം ഇല്ല എന്നുള്ള ഒരു ചിന്ത എന്നെ ശക്തമായിട്ട് എന്നെ കയറി പിടിച്ചു. അപ്പോ അത് കഴിഞ്ഞ് കുറച്ച് കാലം കൂടെ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഞാൻ ഈ നോവലുകളൊക്കെ ഇഷ്ടം പോലെ വായിക്കും. മാന്ത്രിക നോവലുകൾ, പണ്ടത്തെയൊക്കെ പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന മാന്ത്രിക നോവലുകള്, പിന്നെ അതല്ലാതെ ഡ്രാക്കുള എന്നൊക്കെ പറയുന്ന ബ്രാം സ്റ്റോക്കറുടെ അതുപോലെയുള്ള മാന്ത്രിക നോവലുകൾ, ഇതെല്ലാം വായിച്ചപ്പോൾ എനിക്കൊരു സംശയം തോന്നി.
ഇത് വാസ്തവത്തിൽ ശരിക്കും ഉള്ളതാണോ? പിശാചുള്ളതാണോ? അപ്പോ എന്റെ അമ്മയുടെ അപ്പൻ, അദ്ദേഹം മരിച്ചുപോയി. ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം മന്ത്രവാദിയായിരുന്നു. ഇദ്ദേഹം ചാത്തൻ സേവക്കാരനായിരുന്നു. ചാത്തൻ സേവയുടെ ഒരുപാട് കഥകള് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് പലതും വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ പലതും അമ്മയുടെ അച്ഛൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും അമാനുഷികങ്ങളാണ്. പോലീസുകാർക്ക് പോലും പിടിക്കാൻ പറ്റാത്ത തരത്തിൽ അദ്ദേഹം പല കാര്യങ്ങളും ചെയ്ത കാര്യം അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ എനിക്കൊരു ചിന്ത വന്നു. എന്നാൽ ഇനി മന്ത്രവാദം പഠിച്ചേക്കാം. അത് പഠിക്കുന്നത് കൊണ്ട് കുറച്ചുകൂടെ നന്നായിട്ട് ജീവിക്കാനും ജീവിത സാഹചര്യം ഉണ്ടാവണം. സൂപ്പർ നാച്ചുറൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാല് അത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മന്ത്രവാദം പഠിക്കാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചു. മന്ത്രവാദം പഠിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞ സമയത്ത്, പക്ഷെ അത് മന്ത്രവാദം അങ്ങനെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒന്നല്ല. മന്ത്രവാദം പഠിപ്പിക്കാൻ ആരെയും കിട്ടത്തുമില്ല. അപ്പൊ ഞാനിങ്ങനെ ഒരുപാട് അന്വേഷിച്ചു. ഒരുപാട് അന്വേഷിച്ച് എന്റെ മൂത്ത ചേട്ടൻ മുഖാന്തരം തൃശ്ശൂർ ഒരു സ്ഥലത്ത് എനിക്ക് അതിനൊരു ചെറിയ സാഹചര്യം വന്നു. അപ്പൊ ഞാന് അതിങ്ങനെ പോകാനായിട്ട് നാളെ പോകാനായി ഞാൻ ഒരുങ്ങുകയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റപ്പോ എന്റെ ഈ വലത് കൈക്ക് ചെറിയൊരു ഉം, എന്തോ പറയുന്നു, ഒരു ഭാരം പോലെയോ ഒന്ന്, ആ, നമുക്ക് ഈ കൈ പൊക്കാൻ കഴിയാതെ ഉയർത്താൻ കഴിയാതെ ഈ വലത് കൈക്ക് ഒരു ചെറിയ ഭാരം വന്നു. പക്ഷെ ഞാനത് കാര്യമാക്കിയില്ല. പക്ഷെ എനിക്ക് ആ എന്തോ പിറ്റേ ദിവസം എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പൊ ഈ പോകാൻ കഴിയാത്തത് കൊണ്ട് ഞാന് ഒരു 2 ദിവസൂടെ ആ യാത്ര നീട്ടിവെച്ചു. വീണ്ടും അടുത്ത ദിവസവും ഈ കൈയുടെ ഭാരം മാറുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് മാറിയില്ല. ഒരാഴ്ച ഞാൻ നോക്കിയപ്പോൾ ഈ കൈയുടെ തളർച്ച കൂടി വരികയും ഈ വലത് കാല് അത് എനിക്ക് വലിച്ചു നടക്കേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തുകയും ചെയ്തു. അപ്പൊ ഈ വലിച്ച് ഈ സ്റ്റേജിലേക്ക് ഞാൻ ഈ കാലിങ്ങനെ എടുത്തു വെച്ച് നടക്കുന്ന സ്റ്റേജിലേക്ക് വന്നപ്പോ എനിക്കൊരു സംശയം തോന്നി. എനിക്ക് എന്തോ കുഴപ്പമുണ്ട്. ശാരീരികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അല്ല എങ്കില് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരികയില്ല. ഞങ്ങളെ തൊട്ടടുത്ത് പുറപ്പുഴ എന്ന് പറയുന്ന സ്ഥലം, പുറപ്പുഴ എന്ന് പറയുന്ന സ്ഥലം ചെറിയ സാധാരണ ഇപ്പൊ CHC ആണ്. അവിടെ ഞാൻ ചെന്നു. നമ്മുടെ മുൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന PJ ജോസഫിന്റെ ഒക്കെ നാടാണ് പുറപ്പുഴ പഞ്ചായത്തിലാണ് അദ്ദേഹത്തിന്റെ വീട്. അപ്പൊ അതിനടുത്താണ് ഈ ഹോസ്പിറ്റല്. അപ്പൊ ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ നോക്കി. നോക്കിയിട്ട് എന്റെ കാലും കൈയും ഒക്കെ പിടിച്ചു നോക്കിയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ ഇതെന്താന്ന് അറിയത്തില്ല. അപ്പൊ നിങ്ങൾ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ പോണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് തിരിച്ച് വീട്ടിൽ വന്നു. ഞാൻ മെഡിക്കൽ കോളേജിൽ ഉടനെ ഒന്നും പോയില്ല. പിറ്റേ ദിവസവും ഞാൻ സാധാരണ പോലെ ഞങ്ങള് അവിടെ, ഞാൻ പറഞ്ഞല്ലോ ഇരുട്ടൂർ സന്തോഷ് ക്ലബിന്റെ അവിടെ ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ ഞങ്ങള് എല്ലാവരും കൂടെ കൂടി കളിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയം പന്തൊക്കെ കളിക്കും. അപ്പൊ ഈ പന്ത് കളിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഞാനും കൂടാറുണ്ട്. അപ്പൊ ഈ ഒരു ദിവസം ഞാൻ ഈ പന്ത് കളിക്കാൻ കൂടിയപ്പോഴ് എന്റെ കൈ പൊക്കാനും പറ്റുന്നില്ല, കാലുകൊണ്ട് ബോൾ അടിക്കാനും പറ്റാത്ത തരത്തിൽ ബലം കുറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കാര്യമായിട്ട് എന്തോ ഉണ്ട്, നോക്കിയിരുന്നാൽ മാറുകയില്ല. ഉടനെ ഞാൻ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ അച്ഛനും കൂടെ ഞങ്ങൾ കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവര് CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. CT സ്കാൻ ചെയ്തു. CT സ്കാൻ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞ് അത് കൊടുത്തപ്പോൾ അവര് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ രണ്ടാമത് ഞാൻ പോകുമ്പോൾ ഞാൻ തന്നെയാണ് പോകുന്നത്. അപ്പൊ എനിക്ക് കാലിന് പ്രയാസമുണ്ട്, കൈക്ക് പ്രയാസം ഉണ്ടെങ്കിലും ഒരു തരത്തില് ഞാൻ വണ്ടിയില് വലിഞ്ഞു കയറി ഞാൻ തന്നെയാണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. വീട്ടിൽ നിന്ന് ആരെയും ഞാൻ കൊണ്ടുപോയില്ല. കാരണം ഇതെന്താണെന്ന് എന്നോട് പറയണമെങ്കിൽ ഞാൻ ചെന്നാലേ ഒക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇവര് മാതാപിതാക്കളോടെ പറയും. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർമാര് ഞാൻ ന്യൂറോളജി കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഈ ഡോക്ടർമാര് എന്ത് ചെയ്താലും എന്നോട് പറയത്തില്ല. അവസാനം ഞാൻ പറഞ്ഞു ആരും വരാനില്ല, വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിങ്ങളുടെ തലച്ചോറിൽ ഒരു മുഴ വളരുന്നുണ്ട്, ട്യൂമർ വളരുന്നുണ്ട്. അപ്പൊ അത് ഇടത് സൈഡിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ വലത് സൈഡ് മൊത്തം പാരലൈസ് ആയിരിക്കുന്നത്. അപ്പോ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരം RCCയിൽ പോണം. അവിടെ ചെന്ന് കഴിയുമ്പോൾ MRI ചെയ്യാൻ പറയും. MRI കൂടെ ചെയ്തതിന് ശേഷമാണ് ഇതിനകത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു
ധാരണയുണ്ടാവും. അതിന് നിങ്ങൾ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് അച്ഛനെയും കൂട്ടി ഞങ്ങൾ എല്ലാവരും അന്ന് ഞങ്ങള് പോകാനായിട്ട് കാശൊന്നുമില്ല. നാട്ടുകാര് അറിയാവുന്നവരും ഒക്കെ പൈസ തന്നാണ് ഞങ്ങൾ തിരുവനന്തപുരം ശ്രീചിത്രയ്ക്ക് പോകുന്നത്. അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് MRI ചെയ്തു. MRI ചെയ്ത് പിറ്റേ ദിവസം ഡോക്ടറെ കാണാനായിട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ എന്നെ പുറത്തിരുത്തിയിട്ട് അച്ഛനാണ് അകത്ത് കയറുന്നത്. അപ്പൊ അവര് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത് തലയ്ക്ക് ഒരുപാട് ഉള്ളിലായിട്ട് വളരുന്ന ഒരു മുഴയാണ്. അത് മരുന്ന് കഴിച്ച് മാറുന്ന ഘട്ടം കഴിഞ്ഞുപോയി. അതുകൊണ്ട് നമ്മൾ മരുന്ന് കഴിച്ചാൽ മാറത്തില്ല. പിന്നെ ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു മാർഗം. ഓപ്പറേഷൻ ചെയ്താൽ ഞങ്ങൾ 1% പോലും സാധ്യത പറയത്തില്ല. ഓപ്പറേഷൻ ചെയ്യാം. 5 ലക്ഷം രൂപയാകും. പക്ഷേ ഓപ്പറേഷൻ ചെയ്താൽ 1% പോലും സാധ്യതയുമില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും നമുക്ക് വലിയ തുക തന്നെയാണ്. അപ്പൊ 1% പോലും സാധ്യതയും ഇല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് എന്നോട് പറയുന്നില്ല. ഇത് അച്ഛനോട് പറഞ്ഞാണ് അവര് വിടുന്നത്. എന്നോട് അത് പ്രാരംഭത്തിൽ അതൊന്നും പറയുന്നില്ല. അപ്പൊ ഞങ്ങൾ പുറത്തു വന്നു. പിറ്റേ ദിവസം ഞങ്ങള് നാട്ടിലേക്ക് തിരിച്ചു പോന്നു. തൊടുപുഴയ്ക്ക് തിരിച്ചു പോന്ന വഴിക്ക് ഞാൻ ചോദിച്ചു. അപ്പൊ എനിക്ക് ഒരു ഗുളിക പോലും തന്നില്ല. സാധാരണ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് അവര് എനിക്ക് ഏണ്ട് 1.5 വർഷം, 1 വർഷം മിച്ചമുള്ള ഒരു ഡേറ്റ് ആണ് അവര് എനിക്ക് തരുന്നത്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഒരു നീട്ടി ഒരു അവധി തന്നാല് അവര് പറയുന്ന അവധിക്ക് മുമ്പേ ആള് മരിച്ചു പോകും. അതുകൊണ്ട് അവര് നീട്ടി ഒരു അവധി പറയുന്നത്. ആ അവധിക്ക് ചെല്ലാൻ ആരും കാണത്തില്ല. അപ്പൊ അതെനിക്കറിയില്ല. ഞാൻ ഇത്രയും നീട്ടിയ ഒരു അവധി തന്നിട്ട് നമുക്കൊരു ഗുളിക പോലും തന്നില്ലല്ലോ. ഒരു ഗുളികയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അത് കഴിച്ചാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്കൊരു വിശ്വാസവും പ്രത്യാശയും ഉണ്ടായിരുന്നു. അപ്പോഴും ഈ സംഭവം ഇതെന്താണെന്ന് ഈ ഈ എന്നോട് ഇവര് പറഞ്ഞ ഒരു അറിവേ ഉള്ളൂ. ഈ കോട്ടയത്തെ ആളുകള്, കോട്ടയത്തെ ഡോക്ടർമാര് പറഞ്ഞ ചെറിയൊരു അറിവേ എനിക്കുള്ളൂ. ഇതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞാണ് എന്നോട് പതുക്കെ പതുക്കെ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അവര് പറഞ്ഞ ഒരു കാര്യം, എന്റെ ഈ വലത് കൈയ്യ് ഞാൻ 1.5 വർഷമാണ് അവരെനിക്ക് ആയുസ്സ് പറഞ്ഞത്. 1.5 വർഷത്തിനകം ഞാൻ മരിച്ചു പോകും എന്നാണ് തിരുവനന്തപുരം RCCയിലെ ഡോക്ടർമാര് പറഞ്ഞു വിട്ടത്. ആ അവധിയാണ് എനിക്ക് അവര് കുറിച്ചു തന്നത് വീണ്ടും ചെല്ലാൻ. ആ 1.5 വർഷക്കാലത്തിനിടയ്ക്ക് ഇപ്പൊ ഞാൻ ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ കരം ഒരിക്കലും ഉയരുകയില്ലെന്നും സൗഖ്യം പ്രാപിക്കത്തില്ലെന്നും അവര് പറഞ്ഞ ഒരു കയ്യാ ഇത്. ഞാൻ അങ്ങനെ വീട്ടിൽ വന്നിരിക്കുക. വീട്ടിൽ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴ് ഞങ്ങളുടെ തൊട്ടടുത്ത് പെന്തക്കോസ്തുകാരിയായിട്ടുള്ള ഒരു ആന്റി ഉണ്ട്. ചിന്നമ്മ എന്നാ പേര്. ആ ചേച്ചി എന്റെ വീട്ടില് വന്നു. വന്നിട്ട് എന്നോട് സുവിശേഷം പറയുന്നത് ഇങ്ങനെയാണ്. എടാ, നമ്മൾ സാധാരണ സുവിശേഷം പറയുന്നില്ല. എന്നെ പരിചയമുള്ള അവരുടെ മകന്റെ പ്രായം എനിക്കുള്ളൂ. എന്നോട് പറഞ്ഞു, എടാ, തിരുവനന്തപുരത്ത് ശ്രീചിത്രയെന്നും ഡോക്ടർമാരും അവരും അങ്ങനെ പലതും പറയും. പക്ഷെ നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത് യേശുവാണ്. നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് യേശു സൗഖ്യം തരും. അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ നാളെ പള്ളിയിൽ വാ എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി പോയി. രസകരമായ ഒരു സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചേച്ചി നമ്മുടെ അടുത്ത് സുവിശേഷം പറയാൻ വരുന്നതിന് മുമ്പ് തലേ ദിവസം ആ ചേച്ചിയുടെ ചേട്ടൻ നല്ല മനുഷ്യനാണ്, സ്നേഹമുള്ള ആളാണ്, പരമേശ്വരൻ എന്നാ പേര്. അദ്ദേഹം ഈ ചേച്ചിയോട് പറഞ്ഞു, നീ ലോകത്തിൽ എവിടെ വേണേലും സുവിശേഷം പറയാൻ പോകും. അത് ഭയങ്കര സുവിശേഷത്തിന്റെ ആത്മാവുള്ള ഒരു ചേച്ചിയായിരുന്നു. ആരെ കണ്ടാലും സുവിശേഷം പറയും. അപ്പോ ആ ചേച്ചിയോട് പറഞ്ഞു, നീ ആരുടെ അടുത്ത് വേണേലും സുവിശേഷം പറയാൻ പോകും, പക്ഷെ ആ സിബിയുടെ അടുത്ത് മാത്രം സുവിശേഷം പറയാൻ പോകരുത്. അവന്റെ അടുത്ത് ചെന്ന് നീ പറയും. അവനെ തിരുവനന്തപുരം ശ്രീചിത്രയിൽ നിന്ന് ആ വലിയ വലിയ ഡോക്ടർമാര് ഉപേക്ഷിച്ചു വിട്ടേക്കുന്ന, ഒരു മരുന്ന് പോലും അവന് കൊടുക്കാതെ ഉപേക്ഷിച്ചു വിട്ടേക്കുന്നതാണ്. അതുകൊണ്ട് നീ അവിടെ ചെന്ന് പറയും, നീ വിശ്വസിക്കടാ, യേശു നിനക്ക് സൗഖ്യം തരുമെന്ന് പറയും. അവർക്ക് വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ട് അവൻ വിശ്വസിക്കും. അവൻ വിശ്വസിച്ച് കഴിഞ്ഞേച്ച് നമ്മുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരും. കുറച്ചു നാൾ കഴിയുമ്പോൾ, 1.5 വർഷമാണ് അവൻ ആയുസ് പറഞ്ഞേക്കുന്നത്. ആ ആയുസിന്റെ സമയമാകുമ്പോൾ, അവര് പറഞ്ഞ സമയമാകുമ്പോൾ അവൻ മരിക്കും. അവൻ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം കൂടെ പറയും, നമ്മളെല്ലാം കൂടെ അവനെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു കൊന്നെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞു, ഇല്ല, ഞാൻ സിബിയുടെ അടുത്ത് സുവിശേഷം പറയാൻ പോകും. ചേട്ടൻ പറഞ്ഞു, നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. അപ്പോ
ആ ചേച്ചി പറഞ്ഞു, മുട്ടുകാലിലെ ഇഴഞ്ഞാണേലും ശരി, ദൈവം എന്നെ നിർബന്ധിക്കൊണ്ട് ഞാൻ അവിടെ പോയി സുവിശേഷം പറയും എന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ അടുത്ത് സുവിശേഷം പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇതിനകത്ത് ഇടയ്ക്ക് ഒരു കാര്യം ദൈവം എന്റെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്ന പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ദൈവവചനത്തിൽ എവിടെ നോക്കിയാലും സഹോദരിമാരുടെ റോള് വളരെ വലുതാണ്. ഉം. വളരെ പ്രശസ്തരായ പല ആളുകളെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് സഹോദരിമാരാ. കർത്താവായ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യത്തിന് നിന്നതും വളരെ ശക്തരായ പല വനിതകളുമാണ്. അപ്പൊ നമ്മുടെ സഹോദരിമാർ ഇത് കേൾക്കുന്നവര് സഹോദരിമാരോട് ഞാൻ പറയുന്നു, നമുക്ക് ഒരവസരം കിട്ടിയാൽ അത് എത്ര അസാധ്യമാണെന്ന് തോന്നിയാലും ശരി, നമ്മൾ സുവിശേഷം പറയണം. നമ്മൾ പറയുന്ന ആ ഒരൊറ്റ വാക്കാണ് എന്റെ അടുത്തേക്ക് സുവിശേഷം വരാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്. അങ്ങനെ വന്ന് അവര് പറഞ്ഞു പോയി. പിറ്റേ ദിവസമൊന്നും അവര് ആ ആഴ്ച, എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച എന്തോ ആണ് വന്നത്. ശനി കഴിഞ്ഞു ഞായറാഴ്ച സഭയിൽ ചെല്ലാൻ പറഞ്ഞിട്ട് ഞാൻ പോയില്ല. വീണ്ടും പിറ്റേ ആഴ്ചയും വന്ന് എന്നെ വിളിച്ചു. അത് പോകുന്നതിൽ എനിക്ക് വലിയ താല്പര്യം തോന്നാത്തതിന്റെ കാരണം ദൈവം ഇല്ല എന്നുള്ളത് കൊണ്ടല്ല. ഞാൻ ഇത്രയും കാലം ദൈവം ഇല്ല എന്നൊക്കെ പറഞ്ഞേച്ച് മന്ത്രവാദവും പഠിക്കാൻ നടന്നേച്ച് ഇവന് ഈ ആവശ്യം വന്നപ്പോ എന്റെ അടുത്ത് വന്നല്ലോ എന്ന് ദൈവം എന്തെങ്കിലും വിചാരിച്ചെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അത്ര താഴ്ന്നു പോകുന്നില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ വാസ്തവത്തിൽ വീട്ടിൽ തന്നെ ഇരുന്നത്. പക്ഷെ 2 ആഴ്ച വിളിച്ചിട്ട് ഞാൻ ചെല്ലാതായപ്പോ ആ ചേച്ചി വന്ന് എന്നെയും എന്റെ അമ്മയെയും അവര് ബലമായിട്ട് അങ്ങതുപോലെ കൊണ്ടുപോയി. തൊടുപുഴയിൽ നിന്ന് കൂത്താട്ടുകുളം എന്ന് പറയുന്ന സ്ഥലത്ത് IPC ചർച്ച് ഉണ്ട്. ആ IPC ചർച്ചിലാണ് ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്നത്, രക്ഷിക്കപ്പെടുന്നത് ആ സഭയിൽ വെച്ചാ. അവിടെ അന്നിരിക്കുന്നത് CI പത്രോസ് എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസൻ, IPCയിലെ ശക്തനായ ഒരു ദൈവദാസൻ. അവിടെ ഞാൻ ചെല്ലുമ്പോൾ വെള്ളിയാഴ്ച ഞാൻ അന്ന് ചെല്ലുമ്പോൾ അന്ന് പ്രസംഗിച്ച് കേൾക്കുന്നത് മിസ്രൈമിൽ നിന്ന് ജനത്തെ ദൈവം വിടുവിച്ചുകൊണ്ട് ഈ വാഗ്ദത്ത ദേശത്തേക്ക് പോകുന്നതാണ്. അപ്പോ എന്റെ ഒരു വിടുതലിന്റെ ഒരു ആദ്യ സ്വരം ഞാൻ ദൈവസ്വരം കേട്ടതും മിസ്രൈമിൽ നിന്ന് ദൈവം തന്റെ ജനത്തെ വിടുവിക്കുന്നത്. അന്ന് എനിക്ക് അതൊന്നും അറിയത്തില്ല. ഈ എന്താ മിസ്രൈം എന്നോ ദൈവം എന്താന്നോ യേശു എന്താന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അതിനുശേഷം പിന്നെ ദൈവം എന്നോട് കാണിച്ച ഒരു കൃപയെന്ന് പറയുന്നത്, ഞാൻ വിശ്വസിക്കാനായി ആഗ്രഹിച്ചപ്പോൾ, അല്ലെങ്കിൽ എനിക്ക് സൗഖ്യം നേടുവാൻ ഞാൻ ആഗ്രഹിച്ച് വിശ്വസിച്ച സമയത്ത് വിശ്വസിക്കാനുള്ള കൃപ എനിക്ക് ദൈവം തന്നു. അപ്പൊ ഞാൻ ഓരോ ആഴ്ചയിലും പോകുന്നത്, ഈ ആഴ്ച ദൈവം എന്നെ സൗഖ്യമാക്കും എന്ന 100ൽ 110% വിശ്വാസത്തോടെ തന്നെയാണ് ഞാൻ ഓരോ ആഴ്ചയിലും ഈ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ എന്റെ വിശ്വാസത്തിന്റെ അപര്യാപ്തത കൊണ്ടല്ല ഞാൻ ഉടനടി സൗഖ്യമാകാതിരുന്നത്. ഏകദേശം 1.5 വർഷത്തോളം ഞാൻ രോഗത്തിന്റെ എല്ലാ കഠിനതയിലൂടെയും പോയി. ഇനി ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് മരിക്കുവാൻ 5 മിനിറ്റ് പറഞ്ഞിടത്ത് നിന്നാണ് ദൈവം എന്നെ മടക്കി കൊണ്ടുവന്നത്. അപ്പൊ ആ കഠിനതയെല്ലാം ഞാൻ അനുഭവിച്ചു. അതൊന്നും എന്റെ വിശ്വാസത്തിന്റെ കുറവല്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഞാൻ യേശുവിനെ വിശ്വസിച്ചപ്പോൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കാനുള്ള ഒരു കൃപ ദൈവം എനിക്ക് തന്നു. അപ്പൊ ഞാന് ഓരോ ആഴ്ച പോകുമ്പോഴും ഇങ്ങനെ വിശ്വസിച്ചാ പോകുന്നത്, കർത്താവ് ഈ ആഴ്ച എനിക്ക് സൗഖ്യം തരും. ഇതിനകത്തും ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത് നമ്മുടെ വിശ്വാസത്തിന്റെ അപര്യാപ്തതയൊന്നും അല്ലെന്ന് എനിക്ക് 100% പറയാൻ പറ്റും. അതിനകത്ത് ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇതാണ്: സൗഖ്യം കിട്ടിയാൽ ഞാൻ ഒരിക്കലും വിശ്വാസിയായിട്ട് ജീവിക്കാമെന്നോ അല്ലെങ്കിൽ കർത്താവിന്റെ വേല ചെയ്യാമെന്നോ അങ്ങനെ ഒരു ചിന്തയും അന്ന് എനിക്കില്ല. എനിക്കുള്ള ഒരേ ഒരു വിശ്വാസവും, കർത്താവ് എന്നെ സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ എനിക്കുള്ള ഏറ്റവും പ്രധാന ചിന്ത എന്ന് പറഞ്ഞാൽ, എങ്ങനെയാലും ഒന്ന് സൗഖ്യമായിട്ട് എനിക്ക് പഴയതുപോലെ ഒന്ന് ജീവിക്കണം, പഴയതുപോലെ തന്നെ നടക്കണം. അതാ എന്റെ ചിന്ത. അപ്പൊ എനിക്ക് ശരിക്കും മാനസാന്തരം ഒന്നും വന്നില്ല, പക്ഷെ ശരിക്കും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതിനുള്ള ദൈവം എനിക്കൊരു കൃപ തന്നു. അപ്പൊ ഞങ്ങള് ഈ 2 മാസം കഴിഞ്ഞപ്പോ ഞാനും എന്റെ അമ്മയും സ്നാനപ്പെട്ടു. കൂത്തുപറമ്പ് IPC തന്നെ സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ചയിലും പോകുമ്പോ
ഞാൻ ആ പ്രത്യാശയോടെയാ പോകുന്നതെങ്കിലും ഒരാഴ്ചയിലും ഞാൻ പോകുമ്പോൾ എന്റെ ആരോഗ്യം ക്ഷയിച്ചേ വന്നുള്ളൂ. എത്ര പ്രാർത്ഥിച്ചിട്ടും അത് കൂത്താട്ടുകുളത്തെ ആ ദൈവജനത്തെ അതുപോലെ അനേകരെ എനിക്ക് ഓർക്കാതിരിക്കാൻ അല്ലെങ്കിൽ നന്ദിയോടെ അല്ലാതെ ഓർക്കാതിരിക്കാൻ കഴിയത്തില്ല. കാരണം അവരുടെ ഒരുപാട് പേര് ഞാൻ വളരെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അവരെനിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ ഇങ്ങനെ കണ്ണുനീരോടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും? അത് അവരുടെ ഒരു ആവശ്യം പോലെ അവര് എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷെ എന്റെ ആരോഗ്യം ദിവസം ദിവസം ക്ഷയിച്ചു വന്നു. എന്റെ കണ്ണിന്റെ കാഴ്ച പതുക്കെ പോയി ഏകദേശം ആഹ് മൊത്തമായിട്ടും പോയി. എന്റെ കയ്യ് 1.5 വർഷം ഇതിങ്ങനെ ഒരു ഉപകാരവും ഇല്ല. ഇതിങ്ങനെ ഇങ്ങനെ കിടക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഉപകാരവും ഇല്ലായിരുന്നു. ഒരു കയ്യ് അനക്കാനോ നിവർത്താനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. എന്തേലും കാരണവശാലും നമ്മൾ നോക്കിയാ കൈ ഇങ്ങനെ മടങ്ങിപ്പോകും. തളർന്നു പോയവരുടെ കൈ സാറ് കണ്ടിട്ടുണ്ടല്ലോ. നമ്മള് എല്ലാരും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ അത് നിവർത്തണമെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് വലിച്ചു തുറക്കണം. അങ്ങനെ കൈകൊണ്ട് വലിച്ചു തുറക്കണം. അപ്പൊ അതുപോലെ കൈ തളർന്നുപോയി ഇങ്ങനെ തളർന്നുപോയി. എന്റെ വലതുകാല് പൂർണ്ണമായിട്ടും തളർന്നുപോയി. ഒരാളുടെ സഹായം വേണം എനിക്ക് നടക്കാനും എന്തിനും ഒരാളുടെ സഹായം വേണം. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പൊ എന്റെ അയൽവക്കത്തുള്ള 2 പേര് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. അവർ 2 പേരും പിന്നെ വിശ്വാസത്തിൽ വന്നു കേട്ടോ. അതില് ഒരാളുടെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഭയങ്കര കുടിയനായിരുന്നു. കുടിയനെന്ന് പറഞ്ഞാൽ അദ്ദേഹം കുടി നിർത്തുന്നതിനേക്കാൾ എളുപ്പത്തിലുള്ള കാര്യം രാജ്യത്ത് നമ്മള് ഈ ഷാപ്പുകളെല്ലാം നിർത്തുന്നതാണ്. അത്രമാത്രം വലിയ കുടിയനാ അദ്ദേഹം. ആ 24 മണിക്കൂറും അദ്ദേഹം പോസാണ്. അങ്ങനെയുള്ള ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞങ്ങളുടെ അയൽവക്കത്ത് നിന്ന് സുവിശേഷമൊക്കെ ആയിട്ട് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്. നിങ്ങൾ ഈ യേശു ജീവിക്കുന്നു എന്ന് ചുമ്മാ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. യേശു വരൂ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങളുടെ യേശുവിന് ശക്തി ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ആ സിബി ഒന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുക. എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വാ. എന്താ ഞാൻ പറഞ്ഞു, എന്താ ഞാൻ വിശ്വസിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. വേറൊരാൾ പറഞ്ഞത് ഇത് വല്ല പനിയോ ജലദോഷമോ അല്ലെങ്കിൽ വേറെ വല്ല തലവേദനയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാറും. പക്ഷെ ബ്രെയിൻ ട്യൂമർ അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചാൽ മാറത്തില്ല. അത് തന്നെയുമല്ല തിരുവനന്തപുരത്ത് ഏറ്റവും ടോപ്പ് ഹോസ്പിറ്റൽ RCCയിൽ നിന്ന് ഉപേക്ഷിച്ച ആ മനുഷ്യന് സൗഖ്യം കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അത് സാധിക്കത്തില്ല. പിന്നെ അവന്റെ ഒരു ആശ്വാസത്തിന് അവൻ പ്രാർത്ഥനയ്ക്ക് പോവുക എന്നാണ് അവര് പറഞ്ഞത്. പക്ഷെ അതെല്ലാം ദൈവം കേട്ടിട്ട് ദൈവം തക്ക സമയത്ത് ദൈവം അതിശയകരമായിട്ട് കർത്താവ് ജീവിക്കുന്നത് തന്നെ കർത്താവ് തെളിയിച്ചു. ഞാൻ ഇങ്ങനെ ഈ കൂത്താട്ടുകുളത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്റെ കൈയും കാലും എല്ലാം തളർന്നു, കണ്ണിന്റെ കാഴ്ച പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൂത്താട്ടുകുളത്തിനടുത്ത് പഴന്തോട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് ആ സ്ഥലത്ത് ഞാൻ പോയിട്ടുമില്ല, എനിക്ക് അറിയത്തുമില്ല. അന്ന് അവിടെ ഒരു ദൈവദാസൻ വന്നു. ആ ദൈവദാസൻ എന്നെ ഒരു പരിചയമില്ലാത്ത ദൈവദാസനാ. അദ്ദേഹം ഞാൻ ഏറ്റവും ഫ്രണ്ടിലായിരിക്കുന്നത്. ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ എന്റെ ഒരു വിശ്വാസത്തിന്റെ ദൈവം എനിക്ക് തന്ന വിശ്വാസത്തിന്റെ ഒരു കൃപ പറയാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഈ പാസ്റ്റർമാരൊക്കെ പ്രസംഗിക്കുമല്ലോ. പ്രസംഗിക്കുന്ന സമയത്ത് വായിന്ന് തുപ്പല് തെറിക്കുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ വീഴാതിരിക്കാൻ പരമാവധി മനഃപൂർവ്വമായിട്ട് ശ്രമിക്കാറുണ്ട്. എങ്കിലും ചില സമയങ്ങളിൽ പഴയ കാലത്ത് അതൊക്കെ ഒരുപാടായിരുന്നു. അപ്പൊ ഞാൻ ഈ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ എന്റെ കയ്യിലേക്ക് വരുന്ന ഈ തുപ്പല് വീഴുമ്പോ ഞാന് അപ്പൊ എന്റെ ആ വിശ്വാസത്തിന്റെ ഒരു കാര്യം പറയാനാ ഞാൻ പറയുന്നത്. ഞാനത് എന്റെ കയ്യെ തൂത്തു വെക്കുമായിരുന്നു. കാരണം എന്റെ കൈക്ക് സൗഖ്യം വേണം. അപ്പൊ അതിനകത്തൊരു ദൈവവചനത്തിന്റെ ശക്തി ഉണ്ടെന്ന് എനിക്ക് ദൈവം അങ്ങനെയൊന്ന് വിശ്വസിക്കാനുള്ള കൃപ തന്നു. അപ്പൊ ആ ദൈവദാസൻ വന്നിട്ട് എന്റെ മുമ്പിൽ വന്ന് അദ്ദേഹം എല്ലാവരോടും പ്രവചനമൊക്കെ പറഞ്ഞു പോയ കൂട്ടത്തില് എന്റെ അടുക്ക വന്ന് എന്നോട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. കൃത്യമായിട്ട് 18ാമത്തെ മാസത്തിൽ നിനക്ക് സൗഖ്യം തരുമെന്ന് ദൈവം പറയുന്നു, ദൈവം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. ബാക്കി പലരോടും ഒരുപാട് ദൂതുകളൊക്കെ പറഞ്ഞു. അന്നു മുതല് ഞാൻ എണ്ണുക. കൃത്യം 18ാം മാസം. എന്നോട് തിരുവനന്തപുരം ശ്രീചിത്രക്കാര് പറഞ്ഞത് സെയിം ഡേറ്റാ, 1.5 വർഷം. 18 മാസത്തിനുള്ളിൽ ഞാൻ മരിച്ചു പോകുമെന്നാണ് അവർ എന്നോട് പറഞ്ഞത്. അപ്പൊ ഒരു ദൈവദാസൻ വന്നിട്ട് പറയുകയാണ്,
ദൈവം പറയുന്നു 18ാമത്തെ മാസത്തില് നിന്നെ ഞാൻ സൗഖ്യമാക്കും എന്ന് ദൈവം പറയുന്നു. അപ്പൊ ഞാന് സ്നാനപ്പെട്ട ഡേറ്റ് ഞാൻ 2 ഡേറ്റും കൂട്ടി നോക്കി കേട്ടോ. ഞാൻ രക്ഷിക്കപ്പെട്ട 2 മാസം മുമ്പ് രക്ഷിക്കപ്പെട്ട സമയം മുതലും 2 മാസം കഴിഞ്ഞ് സ്നാനപ്പെട്ട സമയം മുതലും ഞാൻ ഓരോ മാസവും കൃത്യമായിട്ട് എണ്ണി. കൃത്യമായിട്ട് എണ്ണി. കൃത്യം 18ാമത്തെ മാസത്തിലാണ് ദൈവം എന്നെ സൗഖ്യമാക്കിയത്. പ്രവചനം ഇന്നുമുണ്ട്. ദൈവാത്മാവിന്റെ ദൂത് ഇന്നുമുണ്ട്. ദൈവം കൃത്യമായിട്ട് പറഞ്ഞ വാക്ക് എന്നോട് പാലിച്ചു. അതെന്റെ വിശ്വാസത്തിന്റെ കൂടുതൽ കൊണ്ടൊന്നുമല്ല. ദൈവത്തിന് കരുണ തോന്നി. കാരണം എന്താന്ന് വെച്ചാല് ഞാന് അതിനുശേഷം ഒരുപാട് ബ്രെയിൻ ട്യൂമർ ബാധിച്ച ആളുകള് പ്രാർത്ഥിക്കാൻ പോകുന്ന കൂട്ടത്തിൽ ഞാനും പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും രക്ഷപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അവരെന്തെങ്കിലും പ്രത്യേക കുറ്റം ചെയ്തവരാണെന്നല്ല ഞാൻ പറയുന്നത്. ദൈവത്തിന് ഒരു അസാധാരണ കരുണ എന്നോട് തോന്നി എന്ന് പറയാൻ വേണ്ടി. അവരെല്ലാവരും 8 ലക്ഷം 10 ലക്ഷം ഒക്കെ കൊടുത്ത് ഓപ്പറേഷൻ ചെയ്തവരാ. ഞാനാണെങ്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്തില്ല. ഒരു തുള്ളി ഒരു പാരസെറ്റാമോൾ പോലും ഞാൻ കഴിച്ചിട്ടില്ല എന്റെ ബ്രെയിൻ ട്യൂമർ മാറാൻ വേണ്ടി. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പൊ ഞാന് ഇങ്ങനെ അസുഖം കൂടിയ സമയത്ത് കൂത്താട്ടുകുളത്ത് ദൈവസഭയിൽ പോകാൻ എനിക്ക് കഴിയാതെ വന്നു. കൂത്താട്ടുകുളത്ത് ദൈവസഭയിൽ കാരണം ഈ കാലുകൊണ്ട് കാല് പൊക്കി വെച്ച് ഈ ബസിന്റെ ആ പടിയിലേക്ക് ചവിട്ടാൻ കഴിയാതെ വന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ തൊട്ടടുത്തുള്ള വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു IPC ചർച്ച് ഉണ്ട്. ഇരുട്ടുതോട് എന്നാണ് എന്റെ സ്വന്തം സ്ഥലത്തിന്റെ പേര്, ഇരുട്ടുതോട്. അപ്പൊ ആ ഇരുട്ടുതോടില് ഒരു IPC ചർച്ച് ഉണ്ട്. അവിടെ ഞാൻ വന്നു. അപ്പൊ എന്റെ അച്ഛനും അമ്മയും 2 ചേട്ടന്മാരുണ്ട്. അതിൽ ഒരു ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു, ഒരു ചേട്ടനും ഉണ്ട്. അപ്പൊ ഇവരെല്ലാരും കൂടെ പിടിച്ചുകൊണ്ടാണ്, ഈ ചേട്ടന്മാരെല്ലാം കൂടെ പിടിച്ചുകൊണ്ടാണ് എന്നെ എന്ത് ചെയ്യുന്നത്, ഈ ചർച്ചിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ പോയിരിക്കും. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം വളരെ ഭാരപ്പെട്ടു എന്ന് പറയാൻ കാര്യം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മൊത്തം നിരാശ. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നടക്കാൻ കഴിയുന്നില്ല. ശരിക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു ശകലം കാഴ്ചയുണ്ട്. അത് ഡബിൾ വിഷനാ. ഇങ്ങനെ 2 ആയിട്ട് കാണും. ഒരു സാധനം അവസാന സമയമായപ്പോഴത്തേക്ക് ഒരു സാധനം കഴിക്കാൻ പറ്റാതെ വന്നു. തിരുവനന്തപുരത്ത് ശ്രീചിത്രക്കാര് പറഞ്ഞ കറക്റ്റ് 1.5 വർഷത്തെ സമയമായപ്പോൾ എന്റെ അസുഖം വല്ലാതെ കൂടി. എന്ത് കഴിച്ചാലും ഛർദ്ദിക്കും. എന്ത് കഴിച്ചാലും ഛർദ്ദിക്കും. ഛർദിയുടെ മരുന്ന് കഴിയുമ്പോൾ ഒരു ചെറിയ ഒരു കുറച്ച് സമയത്തേക്ക് ആശ്വാസം വരും. വീണ്ടും ഛർദ്ദിക്കും. പച്ചവെള്ളം കുടിച്ചാലും ഛർദ്ദിക്കും. അപ്പൊ അങ്ങനെ വന്നപ്പോ ആകെ നിരാശയായി. ഞാൻ കിടന്നിട്ട് വിശ്വാസം കൊണ്ടാണോ ദേഷ്യം വന്നിട്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ കട്ടിലേൽ ഇങ്ങനെ കിടക്കും. ഞാൻ ചാടി അങ്ങ് എഴുന്നേറ്റു. ചാടി എഴുന്നേറ്റപ്പോൾ ഞാൻ തല കറങ്ങി താഴെ വീണു. താഴെ വീണ് ഒരു 2 ഗ്ലാസ് ബ്ലഡെങ്കിലും ഛർദ്ദിച്ചെന്നാണ് സാക്ഷികൾ പറയുന്നത്. ബ്ലഡ് ഛർദ്ദിച്ചു. ഉടനെ എല്ലാവരും കൂടെ എന്നെ എടുത്തോണ്ട് വഴുത്തല ഹോസ്പിറ്റലില് തോമസ് ഡോക്ടറിന്റെ ഹോസ്പിറ്റലിൽ ചെന്നു. അദ്ദേഹം പറഞ്ഞിട്ട് തെറ്റിപ്പോയിട്ടുള്ള ഒരേ ഒരു മനുഷ്യൻ ഞാനേ ഉള്ളൂ. അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഡോക്ടർ. ഇപ്പോഴും അദ്ദേഹം ഉണ്ട് വഴുത്തലയിൽ, സെന്റ് മേരീസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ അദ്ദേഹം സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റലൊക്കെ വെച്ച് അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിന്റെ തലയ്ക്കകത്ത് മുഴുവൻ പഴുപ്പ് നിറഞ്ഞിട്ട് ഇരിക്കുകയാണ്. മരിക്കാറായി. ഒരു 5 മിനിറ്റേ ഉള്ളൂ. 5 മിനിറ്റിൽ കൂടി ഇദ്ദേഹം ജീവിച്ചിരിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അറിയിക്കുന്നവരെ എല്ലാം അറിയിച്ചോളാം. അങ്ങനെ എന്റെ ചേട്ടനൊക്കെ പണിക്ക് പോയതാ. അവരെല്ലാം വിളിച്ചു. എന്റെ കൂട്ടുകാരെ എല്ലാരെയും വിളിച്ചു. അവസാനം ഇവര് വന്നു കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് എനിക്ക് ഈ തല അങ്ങ് വല്ലാതെ കറങ്ങി പോകുന്ന പോലെ തോന്നുമ്പോൾ ഞാൻ തലയിങ്ങനെ പൊട്ടിപ്പിടിച്ചിട്ട് അയ്യോ എന്ന് കരയും. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ ആൾക്കാർ പറഞ്ഞു 5 മിനിറ്റ് കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. പെട്ടിമേടിക്കാനൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ ആള് പോയി. പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോ തൊട്ടടുത്ത് കൂത്താട്ടുകുളത്ത് തന്നെ ദേവമാതാ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. ഈ ദേവമാതാ ഹോസ്പിറ്റലിലേക്ക് ഇവരെല്ലാരും കൂടെ എന്നെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോ അവിടെ ചെന്നു. രാത്രി 10 മണിയൊക്കെ ആയി കാണും തോന്നുന്നു. രാത്രിയില. അപ്പൊ എന്നെ എടുത്തുകൊണ്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്നും ചെയ്യാനില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഉപേക്ഷിച്ച് RCCയിൽ നിന്ന് ഉപേക്ഷിച്ചാണ്ട് ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഗ്ലൂക്കോസ് കയറ്റാമെന്ന് പറഞ്ഞ് അവിടെ കിടന്നു. അവിടെയും ഒരു ദിവസം കിടന്നു. സത്യം പറഞ്ഞാൽ അന്ന് നമ്മുടെ ഈ IPC ചർച്ചിലെ കൂത്താട്ടുകുളത്തെ
ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറാണ് അന്നത്തെ അവിടുത്തെ ബില്ലടച്ചത്. കാരണം അതിനുള്ള പൈസ ഞങ്ങൾക്ക് അന്നില്ലായിരുന്നു. അത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അപ്പോ അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വളരെ സഹായിക്കുകയും ചെയ്തിട്ടുള്ള ദൈവജനമാണ് ഈ കൂത്താട്ടുകുളത്ത് IPC-യിലുള്ളത്. അപ്പോ അവിടെ നിന്ന് പിറ്റേ ദിവസം വീണ്ടും അതുപോലെ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ മരിക്കുമെന്ന് എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്. അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് മരിക്കുന്നതിലും നല്ല ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഇവര് തൊട്ടടുത്ത് വഴുത്തല തന്നെ മേഴ്സി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. ഇന്നും ഈ പറയുന്ന ഹോസ്പിറ്റലുകളിൽ അവിടെ ഉള്ളതാണ്. ആ മേഴ്സി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. മേഴ്സി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴ് അവരവിടെ കിടത്തി. അവിടെ ഒരു മുറിയുണ്ട്. ഈ ചാകാൻ റെഡി ആയിട്ടിരിക്കുന്ന ആളുകളെ, അതായത് ഇപ്പൊ മരിക്കുമെന്നുള്ള ആളുകളെ കൊണ്ടുപോയി ഇടുന്ന ഒരു മുറിയുണ്ട്. എന്നെ അവിടെ കൊണ്ടുപോയി ഇട്ടു. അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഇവരെല്ലാം മരണം നോക്കിയിരിക്കുക. അപ്പൊ എന്റെ കൂട്ടുകാർ വരുന്നു, എല്ലാവരും വരുന്നു. അങ്ങനെ വന്ന സമയത്ത് ഈ നമ്മുടെ ഈ ഇരുട്ടുതോട് ചർച്ചിൽ കൂടുന്ന അവര് നമുക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി കൈത്താങ്ങൽ ചെയ്യുകയും ചെയ്തവരാണ്. എൻ്റെ ആ രോഗത്തിന്റെയൊക്കെ ഏറ്റവും വലിയ സാഹചര്യങ്ങൾ ഏറ്റവും ഞങ്ങളോട് കൂടെ നിന്ന് നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഞാൻ നന്ദിയോടെ ഈ സമയം ഓർക്കുകയാണ്. അപ്പോ ഈ ഒരു വിൽസൺ എന്ന് പറയുന്ന ഒരു അച്ചായനുണ്ട്. ആ അച്ചായൻ വന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് എന്നെ കാണാൻ വന്നിട്ട് എൻ്റെ അമ്മയോട് വന്ന് പറഞ്ഞു, ലോകത്തിലുള്ളവരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, അത് ശരിയാ. എന്നാലും അമ്മ ഒരു കാര്യം എന്ത് ചെയ്യണം, എൻ്റെ കുഞ്ഞിന് സൗഖ്യം കൊടുക്കണമെന്ന് പറഞ്ഞ് അമ്മ പ്രാർത്ഥിക്കണം. അമ്മയുടെ പ്രാർത്ഥന എന്ത് ചെയ്യും, ദൈവം കേൾക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട രീതി. എൻ്റെ അമ്മയ്ക്ക് അന്നും ഇന്നും അമ്മയ്ക്കൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാ, പഴയ ആൾക്കാരാ. അമ്മ എനിക്ക് തോന്നുന്നു അമ്മ 1-ാം ക്ലാസ്സിൽ പോലും പോകാത്ത ഒരാളാ. അമ്മയ്ക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. അപ്പം ഈ വിൽസൺ അച്ചായൻ പറഞ്ഞു കൊടുത്തു എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുക. അമ്മ ഓരോ ദിവസം പ്രാർത്ഥിച്ചു വന്നു. പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിലെ ആളുകൾ വന്ന് പറഞ്ഞു, ഇത് തിരുവനന്തപുരം ശ്രീധരൻ ഉപേക്ഷിച്ചായിരുന്നു, നമുക്കിവിടെ സൗഖ്യത്തിനുള്ള മരുന്നൊന്നും ഇല്ലല്ലോ, വെറുതെ ഗ്ലൂക്കോസ് മാത്രമേ കയറ്റുന്നുള്ളൂ, വെറുതെ നിങ്ങൾ ബില്ലടയ്ക്കണ്ട, ഇദ്ദേഹം എന്തായാലും മരിക്കും, അദ്ദേഹം വീട്ടിൽ കിടന്ന് മരിക്കട്ടെ, നിങ്ങൾ ഇതിനെ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടില് അങ്ങനെ വന്ന് കിടക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഈ ഇരുട്ടുതോട് സഭയിലുള്ള ഈ എല്ലാ ദൈവജനവും അന്നൊരു 5-6 പേര് ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു പ്രാർത്ഥന വെച്ചു വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ച രാത്രി പ്രാർത്ഥനയ്ക്ക് കുറച്ചു പേരെ വന്നുള്ളൂ. അത് വരാത്തതിന്റെ കാര്യം നമ്മുടെ വീട് ചെറുതാ, അന്നും ഇന്നും അതേ വീട് തന്നെയാണ്, ചെറിയ വീട്. ഒരുപാട് പേര് വന്ന് ഇരിക്കാൻ സ്ഥലമില്ല. അപ്പൊ അതുകൊണ്ട് ഒരു 5-6 പേർക്കൊക്കെ കഷ്ടിയിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഈ 5-6 പേര് വന്നു, ദൈവദാസം വന്നു, ഞങ്ങൾ എല്ലാവരും. അപ്പൊ എന്റെ പെടലി എനിക്ക് നേരെ നിൽക്കാൻ കഴിയാതെ വന്നു ഒടിഞ്ഞു പോകും. ഇങ്ങനെ നേരെ ഇരുന്നാൽ ഇങ്ങനെ വീണ് കിടക്കത്തേ ഉള്ളൂ, നേരെ പെടലി ഇരിക്കുകയില്ല. അപ്പൊ ഈ പ്രാർത്ഥനയെ കൊണ്ടുവന്ന് എന്നെ ഈ ഭിത്തിയിൽ ചാരി ഇരുത്തി. കാരണം ഈ ഭിത്തിയിൽ ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ ഇരിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ പ്രത്യേകിച്ച് എന്തെങ്കിലും നടന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഒരു കാര്യം എന്റെ മനസ്സിനകത്ത് ശക്തമായിട്ട്, ദൈവം എന്നെ സൗഖ്യമാക്കും എന്നൊരു ചിന്ത, ഒരു വിശ്വാസം വീണ്ടും എൻ്റെ ഹൃദയത്തെ മുറുകെ പിടിച്ചു. നോക്കിയാൽ ഒരു സാധ്യതയില്ല, എപ്പം വേണമെങ്കിലും മരിക്കാമെന്ന് വിചാരിക്കുന്ന സാഹചര്യ. ഞാൻ പലപ്പോഴും കൂത്താട്ടുകുളത്ത് പോകുന്ന വഴിയിൽ ഞങ്ങളുടെ സെമിത്തേരി ഉള്ള മലയിലേക്ക് നോക്കിയിട്ട് ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ മരിച്ചു കഴിയുമ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് കിടക്കണമല്ലോ എന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സാധ്യതയില്ലെങ്കിലും എന്തോ ഒരു വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ മുറുകെ പിടിച്ചു, ദൈവം എന്നെ സൗഖ്യമാക്കും, യേശു എന്നെ സൗഖ്യമാക്കും എന്ന് ഒരു ശക്തമായ വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ പിടിച്ചു. പിറ്റേ ആഴ്ച കുറച്ച് നാൾ എനിക്ക് പോകാൻ കഴിയാതെ, ചർച്ചിൽ പോകാൻ കഴിയാതെ കുറച്ച് ആഴ്ചയൊക്കെ ഇരുന്നെങ്കിലും വീണ്ടും ഞാൻ പറഞ്ഞു എനിക്ക് ചർച്ചിൽ പോകണം എന്ന് പറഞ്ഞപ്പോ എൻ്റെ ഞായറാഴ്ച അമ്മയും അച്ഛനും സഹോദരനും ഒക്കെ കൂടി എന്നെ പിടിച്ചോണ്ട് സഭയിൽ കൊണ്ടുവന്നു. ഇതുപോലെ സഭയുടെ ഏറ്റവും പുറകിൽ കൊണ്ടുപോയി ഭിത്തിയിൽ കൊണ്ടുപോയി ഇരുത്തും, ചാരി ഇരുത്തും. അങ്ങനെ ഇരുത്തി ഒരു ദിവസം ഈ ദേവദാസൻ പ്രസംഗിക്കുകയാണ്. ദേവദാസൻ ഇങ്ങനെ പ്രസംഗിച്ചു വന്നു. ഏകദേശം അദ്ദേഹം 1 മണിക്കൂറോളം പ്രസംഗിച്ചു. അതൊന്നും എന്നെ പിടിച്ചില്ല. എന്റെ ഹൃദയത്തില് മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം അതെന്റെ ഹൃദയത്തിന് ആഴത്തിൽ പിടിച്ചു. ആകയാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ
അത് ലഭിച്ചു എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ യേശു, എന്നെ സംബന്ധിച്ചിടത്തോളം യേശു ദൈവമാണ്. അപ്പൊ യേശു ഒരിക്കലും നുണ പറയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും സൗഖ്യം ഉണ്ടാകും. ഞാൻ ഇത് കേട്ടിട്ട് വീട്ടിൽ വന്നു. അച്ഛനും അമ്മയും കൂലിപ്പണിക്ക് പോകും. എൻ്റെ തൊട്ടടുത്തൊരു ചേച്ചിയുണ്ട്, ലീല എന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരി വീട്ടിലുള്ളത് കൊണ്ട് എൻ്റെ ആവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ആ ഭിത്തിയുടെ സൈഡിൽ ഒരു പായിട്ടിട്ട് എന്നെ അവിടെ ഇരുത്തും. ആ ചേച്ചിയാണ് എനിക്ക് വന്ന് ചോറെടുത്ത് തരുന്നതും എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യുകയും ചെയ്യുന്നത്. ഞാൻ ആ ഇരിപ്പ് അവിടെ ഇരിക്കും, കിടക്കും, ഒരു തരത്തിൽ പ്രയാസപ്പെട്ട് എഴുന്നേറ്റിരിക്കും. ആ, അങ്ങനെയാണ് ഞാൻ ആ സമയങ്ങൾ ചെലവാക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ബൈബിൾ എടുത്ത് എൻ്റെ അടുത്ത്, ഒരു ബൈബിളും ആ ബൈബിളിനകത്തൊരു പേനയും അവിടെ ഈ സൈഡിൽ ഇങ്ങനെ വെച്ചേക്കും. അപ്പൊ ഇത് കേട്ടിട്ട് വന്നതിന്റെ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, കർത്താവേ, അപ്പൊ അതെനിക്കൊരു ഭയങ്കര അതിശയമായിട്ടാണ് തോന്നിയത്. ഒരു കാര്യം വിശ്വസിച്ചാൽ അത് ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ അത് ഉണ്ടാകുമെങ്കിൽ അതൊരു ഭയങ്കര കാര്യമാണല്ലോ. ഞാൻ ഈ ബൈബിൾ എടുത്ത് എൻ്റെ ഇടത് കൈ പിടിച്ചു, എൻ്റെ വലത് കൈ നടന്നു കിടക്കുക. ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ കണ്ണിന് യാതൊരു കുഴപ്പമില്ല. അപ്പൊ എനിക്ക് കാണത്തില്ല, എനിക്ക് ഇച്ചിരി ഉള്ളത് ഡബിൾ വിഷനാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, കർത്താവേ, നിന്റെ വചനം പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു, എന്റെ കണ്ണിന് യാതൊരു കുഴപ്പമില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് നന്ദി പറയും. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ ദിവസം പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. പക്ഷെ പിറ്റേ ദിവസം ഞാൻ ഇത് തന്നെ പറയാം, കർത്താവേ, എന്റെ കണ്ണിന് യാതൊരു കുഴപ്പമില്ല, ഞാൻ വിശ്വസിക്കുന്നു, നീ സൗഖ്യം തന്നു എന്ന് പറഞ്ഞപ്പോ എന്റെ തലയ്ക്കകത്ത് ഈ രണ്ട് സൈഡിലും ഞരമ്പെല്ലാം കൊണ്ട് പടപടാന്ന് പിടയ്ക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോവുകയാണ് ചെയ്തത്. കാരണം ഇങ്ങനെ എനിക്ക് ആദ്യം അസുഖം ഉണ്ടായി ഞാൻ വീണ് പോയ സമയത്ത് ഈ ഞരമ്പെല്ലാം കൂടി ഇങ്ങനെ വല്ലാതെ പിടച്ചായിരുന്നു. അപ്പൊ ഞാൻ പേടിച്ചു, ദൈവമേ, ഇനി പഴയതുപോലെ അസുഖം പിന്നെ ഉണ്ടായി ഞാൻ മരിക്കാൻ പോവുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, 4 പ്രാവശ്യം ഞരമ്പ് ഇങ്ങനെ പിടച്ചു. ഓരോ പ്രാവശ്യം ഞരമ്പ് പിടയ്ക്കുമ്പോഴും എന്റെ കണ്ണിന്റെ കാഴ്ച പതുക്കെ 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 ഇങ്ങനെ മടങ്ങി വന്നുകൊണ്ടിരുന്നു. 4ാമത്തെ പ്രാവശ്യം എനിക്ക് ഈ ഞരമ്പ് പിടച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ കാണുന്നത് പോലെ പൂർണ്ണമായിട്ടുള്ള കാഴ്ച എന്റെ കർത്താവ് എനിക്ക് മടക്കി തന്നു. സ്തോത്രം. അപ്പൊ അന്ന് മുതല് ഞാൻ ഇപ്പൊ ഇത് കേൾക്കുന്നവരോട് ഞാൻ പറയുക, ദൈവവചനത്തിന്, അതുകൊണ്ടാണ് ദൈവം നമ്മളോട് പറഞ്ഞ അവന്റെ വചനം നമ്മുടെ വായിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നീങ്ങി പോകരുത്. അതിന് റിസൾട്ട് ഉണ്ട്, അതിന് ജീവനുണ്ട്, അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞ, കർത്താവേ, എന്റെ ഈ കയ്യ് ഇത് 1.5 വർഷമായിട്ട് തളർന്നു കിടക്കുക. ഈ ജോയിന്റ്, ഇവിടെ ഒരു ജോയിന്റ് ഉണ്ട്, ഇത് കുത്തി കഴിഞ്ഞാല് അങ്ങ് ഇറങ്ങി പോവായിരുന്നു, കുഴിഞ്ഞു പോകും. അപ്പോ ഞാൻ കർത്താവിനോട് പറഞ്ഞു, അപ്പൊ എനിക്ക് കുറച്ച് വിശ്വാസം, എനിക്ക് വിശ്വാസം ഇല്ലെന്നല്ല, എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോ തന്നെ ഈ കണ്ണിന് ഇങ്ങനെ ഒരു അതിശയം വന്നപ്പോൾ ഞാൻ ശരിക്കും കൂടുതൽ വിശ്വസിച്ചെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തോ ഒരു ഭയങ്കര ദൈവശക്തി എന്റെ മേൽ വ്യാപരിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്റെ കൈക്ക് യാതൊരു കുഴപ്പമില്ല, ദൈവം എന്റെ കൈക്ക് സൗഖ്യം തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ വലിയ ഇടി വെട്ടുന്നത് പോലെയോ ഇടിവാള് മിന്നുന്നത് പോലെയോ വളരെ ശക്തമായിട്ടൊരു ഇടിമിന്നൽ പോലെ ഇവിടെ ഈ കൈയുടെ ജോയിന്റിന്റെ ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഈ ഇറങ്ങി കിടന്ന പുഴ തനിയെ കയറി മുകളിലിരുന്നു. അപ്പൊ ആ ഉടനെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ എന്റെ കൈ എനിക്ക്, ഞാൻ നോക്കിയപ്പോൾ എന്റെ കൈ എനിക്ക് ഉയർത്താം, എന്റെ കൈ എനിക്ക് താഴ്ത്താം. ഞാൻ എന്റെ കൈ ഇതിങ്ങനെ അനങ്ങത്തില്ല. ഞാൻ നോക്കിയപ്പോൾ ഇതിങ്ങനെ പൊങ്ങുകയോ താക്കുകയോ ഒക്കെ ചെയ്യാം, പിടിക്കാം. അങ്ങനെ അതിശയകരമായ രീതിയിൽ ആ ദൈവവചനം എന്റെ കൈക്ക് സൗഖ്യം തന്നു. അപ്പൊ ഞാന് എല്ലായിടത്തും പറയാറുണ്ട്, ഞാൻ ഒരു ഫിസിയോതെറാപ്പിയും ചെയ്തതല്ല, ദൈവം ഈ ദൈവം തന്നെ ചെയ്ത ഫിസിയോതെറാപ്പി ആയത്. ഞാൻ ഒരു ഫിസിയോതെറാപ്പിയും ചെയ്തിട്ടില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഈ കൈ ഞാൻ ഉടനെ ഈ ബൈബിളിനകത്ത് ഈ പേന എടുത്തു. പേന എടുത്തിട്ട് ഞാൻ പ്രൈസ് ദ ലോർഡ് എന്നാ ഞാൻ ആദ്യം എഴുതിയ. 1.5 വർഷത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് പ്രൈസ് ദ ലോർഡ് എന്ന് എഴുതി. ഒരു 2ലോ 3ലോ ഒക്കെ പഠിക്കുന്ന പിള്ളേർ എഴുതുന്ന രീതിയിലാണ് ഞാൻ എഴുതിയത്. പക്ഷേ എനിക്ക് പേന പിടിക്കാൻ പറ്റി. 1.5 വർഷം ഒരു ഈർക്കിൽ പോലും എനിക്ക് കൈ ചേർത്ത് പിടിക്കാൻ പറ്റാതിരുന്നപ്പോൾ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. എന്റെ കൈക്ക് വലിയ സൗഖ്യം തന്നു. അപ്പൊ എനിക്ക് വളരെ
തീവ്രമായ ഒരു വിശ്വാസമാണ്, ഒരു എനർജിയാണ്, കർത്താവിന്റെ ഒരു കൃപ എന്റെ മേൽ വ്യാപരിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്റെ കാലിന് 1.5 വർഷമായിട്ട് ഞാൻ വലിച്ചു നടക്കുക, കാലിന്റെ കണ്ണം ഭാഗത്ത് ഇപ്പോഴും അതിന്റെ തഴമ്പുണ്ട്. ഞാൻ 1.5 വർഷം ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് നടന്നതും വലിച്ചു വലിച്ച് നടന്നതും ഒക്കെയാണ്. അപ്പോ കർത്താവേ, എന്റെ കാലിന് യാതൊരു കുഴപ്പവുമില്ല, നീ എന്റെ കാലിന് സൗഖ്യം തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് അന്ന് രാത്രി ഞാനിങ്ങനെ കട്ടിലേ കിടക്കുമ്പോൾ ആരോ എന്റെ പാദത്തിൽ വന്ന് പയ്യെ പിടിച്ചിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി. പ്രത്യേകിച്ച് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ആരോ ഇങ്ങനെ പതിയെ തൊട്ട് പോകുന്നത് പോലെ എനിക്ക് ഒന്ന് ഫീൽ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എന്റെ കാല് എനിക്ക് ശരിയായ രീതിയിൽ നിലത്ത് കുത്താം. പിറ്റേ ദിവസം ഞാന് നോക്കിയപ്പോ എന്നും കാല് കുത്തുമ്പോ ഈ സൈഡ് ചെരിഞ്ഞ് ഈ കാല് വയ്യാത്തവര് നടക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, കാലിന്റെ ആ സൈഡ് ചെരിച്ചു കുത്തിയാണ് നടക്കുന്നത്. അങ്ങനെയുള്ളടത്ത് എന്റെ കാല് എനിക്ക് നേരെ കുത്താം. അപ്പൊ എന്റെ കാലിന് ദൈവം പൂർണ്ണമായിട്ട് സൗഖ്യം തന്നു. അപ്പൊ ഞാൻ പറയുന്നത്, സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്, അതിനകത്ത് ജീവനുണ്ട്. നമ്മൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ ആ വചനത്തിന്റെ ജീവനും ശക്തിയും നമ്മളിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പൊ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് 1 ദിവസം 2 ദിവസം കൊണ്ട് സംഭവിച്ചു. ചിലരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കണം എന്ന് നിർബന്ധമില്ല. 1.5 വർഷം ലോകത്തിന്റെ എല്ലാ കഠിനതയും ഞാൻ അനുഭവിച്ചു. എന്റെ വിശ്വാസത്തിന്റെ അപര്യാപ്തതയല്ലെന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശം അതിനകത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാ. അപ്പൊ ഇപ്പോഴും ദൈവം എന്നോട് പറഞ്ഞു ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പോഴും എന്റെ കാല് ഈ നല്ല ഉപവാസമൊക്കെ ഇരിക്കുമ്പം അന്നും ഇന്നും ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കും. ഒരു 6 7 മണിക്കൂറൊന്നും പ്രാർത്ഥിക്കാൻ എനിക്ക് ഒരു തടസ്സവും ഇല്ല. ദൈവസന്നിധിയിൽ എത്ര ഇരിക്കാനും എനിക്ക് ഈ സഭാ ശുശ്രൂഷയുടെ തിരക്ക് ഉള്ളത് കൊണ്ട് മാത്രം വരുന്ന ഒരു ഇതല്ലാതെ എത്ര വേണേലും എനിക്ക് ഇരിക്കാൻ ഒരു തടസ്സവും ഇല്ല. കാരണം ഞാൻ ദൈവസാന്നിധ്യം അത്രത്തോളം അനുഭവിക്കും, ദൈവത്തെ അത്രത്തോളം സ്നേഹിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ കർത്താവിനോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, ഇപ്പോഴും ഞാൻ നല്ലതായിട്ട് ഉപവസിക്കുകയും ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഉപവസിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച്, അല്ലെങ്കിൽ കുറച്ചധികം നടന്നു കഴിയുമ്പോൾ ഒക്കെ എന്റെ ഈ വലത് കാലിന് ഒരു ചട്ട് വരും. പഴയ എന്നാ എനിക്ക് മരത്തെ കയറാനോ ഓടാനോ ചാടാനോ എന്റെ ഒരു ആക്ടിവിറ്റി ചെയ്യാനോ ഒരു തടസ്സവും ഇല്ല. പക്ഷെ ഈ കാലിന് ചെറിയൊരു ചട്ട് പോലെ കുറച്ച് സമയം ഇരിക്കുമ്പോൾ ചില സമയങ്ങളിൽ വരും. അപ്പൊ ഈ കൈക്ക് ഇത് ഇപ്പം ഇതാ ഇത് കണ്ടോ, ഇത് അനങ്ങുന്ന പോലെ ഇത് അങ്ങനെ അനങ്ങില്ല. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എനിക്ക് നീ ഈ സൗഖ്യമെല്ലാം തന്നു, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്, പാസ്റ്ററുടെ കാലിന് എന്നാ പറ്റി? അപ്പൊ ആ പരിചയമില്ലാത്തവര് കാണുമ്പോൾ ചോദിക്കും, പക്ഷെ കാലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. ചില സമയങ്ങളിൽ ഒത്തിരി നടന്നു കഴിയുമ്പോഴും ഉപവസിച്ച് കഴിയുമ്പോഴും ഒരു ചെറിയ ചാട്ട് വരും. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്തായാലും സൗഖ്യമാക്കി, എന്നാ പിന്നെ ഇത് ഇങ്ങനെയൊക്കെ പറയിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ ഇച്ചിരി തോന്നുന്നു കൂടെ മാറ്റിയാൽ എന്നാ? അപ്പൊ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, സിബി, മനുഷ്യൻ എപ്പോഴും ഉപകാരങ്ങൾ പെട്ടെന്ന് മറന്നുപോകും. അപ്പോ ഇത് ഞാൻ അവിടെ വെച്ചേക്കുന്ന, അതായത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്യും, ചോദിപ്പിക്കും. അപ്പോ നമ്മള് എവിടെ നിന്നാണ് വന്നതെന്ന് മറന്നു പോകരുത്. അപ്പൊ ഒരാൾ ചോദിക്കുമ്പോ, ആ എടാ, അവരോട് സാക്ഷ്യം പറയാൻ ഒരു വഴിയുമാകും. നീ എവിടെ നിന്ന് വന്നു എന്നുള്ളത് നീ ഒരിക്കലും മറക്കത്തുമില്ല. അതിനുവേണ്ടി അതവിടെ വെച്ചേക്കുന്നത്. അപ്പോ ദൈവം അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ, ആ സമയങ്ങളിൽ എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ചോദ്യം, കാരണം എനിക്ക് ബൈബിൾ എന്ന് പറയുന്ന സാധനം അറിയില്ല. എനിക്ക് വരുന്ന ഓരോ സംശയങ്ങളും ഞാൻ കർത്താവിനോട് ചോദിക്കുമായിരുന്നു. കർത്താവിനോട് ഇതേപോലെ ഒരുപാട് അവസരങ്ങളിൽ ദൈവം എന്നോട് മറുപടി പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ബൈബിൾ വായിക്കാൻ അറിയില്ല. ഇപ്പൊ ഇല്ല കേട്ടോ. ഇപ്പൊ ഞാൻ അങ്ങനെ, അന്നത്തെ ആ ഡീലിങ്സ് ദൈവത്തിന് ഇപ്പോഴില്ല, എന്നോടില്ല, അങ്ങനെയില്ല. ഡീലിങ്സ് ഇല്ലെന്നല്ല, ആ ലെവലിൽ അന്ന് ഞാൻ ഒരു പൈതലായി വിശ്വാസിക്കുന്ന കാലത്തുള്ളത് പോലെയുള്ള മറുപടി പറച്ചിൽ ഇപ്പൊ ദൈവത്തിന് എന്നോടില്ല. മറുപടി പറയാത്ത ഇഷ്ടം പോലെ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഞാന് ഒരിക്കലും ദൈവം എന്നോട് പറഞ്ഞു ഒരു കാര്യം കൂടെ പെട്ടെന്ന് ഞാനെന്ന് പറഞ്ഞുകൂടാ. ഞാന് ഈ ദൈവസന്നിധിയിലെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ദൈവഹിതം മാത്രമേ എന്റെ ജീവിതത്തിൽ നടക്കാവൂ എന്ന്. അപ്പൊ എന്റെ പ്രാർത്ഥനയുടെ ഒരു
പ്രധാന കണ്ടന്റ് അതാണ്. എനിക്ക് എന്റെ ഇഷ്ടം ഒന്നും വേണ്ട. കാരണം എന്റെ ഇഷ്ടം ചെയ്യാനുള്ള സിബികേസ് മരിച്ചുപോയി. ഇത് ദൈവം തന്ന. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം. അപ്പൊ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ആദ്യം വന്നൊരു സംശയം ഇതാണ്. ദൈവമേ, എല്ലാം നിന്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാല് എനിക്കും കുറച്ച് ഇഷ്ടങ്ങൾ കാണുമല്ലോ, മനുഷ്യനല്ലേ. അപ്പൊ പിന്നെ എന്റെ ഇഷ്ടം എങ്ങനെ നടക്കും? അപ്പോ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ഒരു മറുപടി അന്ന് ഞാൻ ആ ആ ഒരു പാർട്ടി ഞാൻ അന്നേ നിർത്തി. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു ഉദാഹരണം ഞാൻ നിന്നോട് പറയാം. നീ നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതല് ഈ ഒരു കാര്യം എന്തായിരുന്നു അത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നീ ഏറ്റവും തീവ്രമായി ആഗ്രഹിക്കുന്ന കാര്യം പോലും എന്റെ മുമ്പിൽ ഒരു സി ക്ലാസ് ആണ്. പക്ഷേ എന്റെ ഇഷ്ടം അപ്പം ദൈവം പറയാണ്, ഞാൻ മഹാരാജാവായതുകൊണ്ട്. അപ്പൊ അന്ന് ദൈവം രാജാവാണെന്നോ മഹാരാജാവാണെന്നോ ബൈബിളിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടെന്നോ ഒന്നും എനിക്ക് അറിയില്ലാത്ത സമയം. ഞാൻ മഹാരാജാവായതുകൊണ്ട് എന്റെ ഇഷ്ടം എപ്പോഴും എ ക്ലാസ് ആയിരിക്കും. അപ്പൊ നീ പറയുകയാണ്, നിന്റെ സി ക്ലാസ് ഇഷ്ടം വേണ്ട കർത്താവേ, നിന്റെ എ ക്ലാസ് ഇഷ്ടം മതി എന്നാണ് നീ പ്രാർത്ഥിക്കുന്നത് എന്നാണ് ദൈവം എന്നോട് സംസാരിച്ചത്. അപ്പൊ ഞാന് ഈ കർത്താവ് എന്നെ ഇങ്ങനെ സൗഖ്യമാക്കിയതിന് ശേഷം എനിക്ക് ചോദിക്കാനുള്ളതൊക്കെ ഞാൻ ചോദിച്ചു പറഞ്ഞു. അപ്പൊ കണ്ണിന് കാഴ്ച കിട്ടിയ ആദ്യത്തെ 3 മാസം, ഒരു 3 മാസം എടുത്ത് ഞാൻ എന്റെ ബൈബിൾ വായന എന്ന് പറയും, ഞാൻ 3 മാസം കൊണ്ട് ബൈബിൾ വായിച്ച് അങ്ങ് തീർത്തു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിന്റെ ഒരു വിശപ്പും ദാഹവും എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. നമ്മളൊരു 10 ദിവസം പടഞ്ഞു കിടന്നിട്ട് ഏറ്റവും നല്ല ഫുഡ് കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കുമോ നമുക്ക് തോന്നുന്നത് അതുപോലായിരുന്നു. എന്റെ കണ്ണ് വായിച്ച് 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 കണ്ണിൽ നമ്മൾ വെള്ളമൊക്കെ വീണ് കഴിയുമ്പോൾ കണ്ണ് മങ്ങുമല്ലോ എന്ന് പറഞ്ഞതുപോലെ മങ്ങുന്നിടം വരെയാണ് എന്റെ ബൈബിൾ വായന. അവന് വായിച്ചു 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 വായിച്ച് ബൈബിൾ 3 മാസം കൊണ്ട് ഞാൻ തീർത്തു. ഇഷ്ടം പോലെ. പക്ഷെ ഇപ്പോഴും എന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ ഞാനത് എപ്പോഴും വൈകാതെ എന്റെ ഹൃദയത്തിൽ ഞാൻ കൊണ്ടു നടക്കും. ഇത് കേൾക്കുന്നവരോട് ഞാൻ പറയുന്നത്, ഈ വചനം നിങ്ങൾ ഒരിക്കലും കൈവിടത്തില്ല. 100%. അപ്പൊ അങ്ങനെ കർത്താവ് എന്നെ രക്ഷിച്ചു. അതിനുശേഷം ഞാനൊരു തീരുമാനം എടുത്തു. കർത്താവെ, ഇനി ഞാൻ ജീവിച്ചാല് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ സമർപ്പിച്ചു. എന്നോട് ഇന്ന് ഈ ദിവസം വരെ ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല എനിക്ക് ദൈവവേലയ്ക്ക് വിളിയുണ്ടെന്ന്. ആരും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് സ്വയമായ ബോധ്യമാണ് എന്നെ ദൈവം വേലയ്ക്ക് വിളിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ BTH പഠിച്ചത് എറണാകുളത്ത് കാക്കനാടുള്ള KP ഓനാൻ സാറിന്റെ ബിലീവേഴ്സ് ചർച്ച് ബൈബിൾ കോളേജ് എന്ന് പറഞ്ഞ് കുറ്റപ്പുഴയുള്ള സെമിനാരി അല്ല, അവിടെ ഒരു ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു കാക്കനാട്. അവിടാണ് ഞാൻ BTH പഠിച്ചത്. പിന്നെ MDU പഠിച്ചത് ഇവിടെ റാന്നിയില്. റാന്നിയിലെ കറക്റ്റ് സ്ഥലം ഞാൻ ഇപ്പൊ പെട്ടെന്ന് അങ്ങ് മറന്നുപോയി. റാന്നിയിൽ ഫാദേഴ്സ് ഓഫ് തിയോളജിക്കൽ സെമിനാരി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടാണ് ഞാൻ MD പഠിച്ചത്. അവിടുത്തെ ജെയിംസ് സാറിനെ, സാബു സാറിനെ, ജെയിനി മാമിനെ, അവിടുത്തെ അധ്യാപകരെ ഒന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അത് ഞാൻ കുറച്ച് കാലം, ഒരു 2-3-4 വർഷം ആയുള്ളൂ ഞാൻ MDU കഴിഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ MTH പഠിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള എബനേസർ മിഷൻ തിയോളജിക്കൽ സെമിനാരിയിലെ MTH. എന്റെ ഗ്രാജുവേഷൻ അടുത്ത ജനുവരിയിലാണ്. എല്ലാവരും അത് ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പൊ ഞാന് ഈ ഇതൊക്കെ ഇപ്പോഴാണ് പഠിച്ചോട്ടോ. BTH പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നേരെ നോർത്ത് ഇന്ത്യക്ക് പോയി. നോർത്ത് ഇന്ത്യയിലെ കാര്യം ഞാൻ റായ്പൂരിന്റെ അടുത്ത് കുമഹാരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, കുമാരി. അവിടെ ഛത്തീസ്ഗഡില് അവിടെ കുറെ വർഷങ്ങള്, ഒരു 3-4 വർഷത്തിന് മേലെ, 2003 മുതൽ 2008 വരെ അവിടെ 5 വർഷം അവിടെ. പിന്നെ ബീഹാറിലെ സിവാൻ ഡിസ്ട്രിക്റ്റിലെ ആന്തർ ബസാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ അവിടെ കറണ്ട് പോലും ഇല്ലാത്തൊരു സ്ഥലമാണ്. അന്ന് അവിടെ പോസ്റ്റ് പോലും വലിച്ചിട്ടില്ല. ആ സ്ഥലത്ത് കുറച്ചു കാലം അവിടെ എനിക്ക് പോയിട്ട് നിൽക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഈ റായ്പൂര് കുമാരിയില് കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോൾ അന്ന് അവിടെ കാങ്കേർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കാങ്കേർ ദംദരി ഡിസ്ട്രിക്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ കാങ്കേറിൽ ഒരു ഏബിൾ പാസ്റ്റർ ഒക്കെ ഉണ്ട്. അദ്ദേഹം ഏബിൾ പാസ്റ്ററിന്റെ ഒക്കെ കൂടെയാണ് അന്ന് ഞാൻ വർക്ക് ചെയ്തത്. അവിടെ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ അത്ഭുതങ്ങള്. നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ അവിടെ എങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായി വന്നു. അവിടെ കുറെ വർഷങ്ങള്
കർത്താവിന്റെ വേലയിലായിരുന്നു. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിനെ പറ്റി പറയാനും അനേക ആളുകൾ വിശ്വാസത്തിൽ വരുവാനും രക്ഷയിലേക്ക് വരുവാനും ഒക്കെ കാരണമായി. അന്ന് ഒരു കുറച്ച് ഹിന്ദിയൊക്കെ പഠിച്ചത് കൊണ്ട് ഇന്ന് നമ്മുടെ ഇവിടെ കുഞ്ചിത്തണ്ണിയില് നമ്മുടെ ഇവിടെ ഈ ഏലം കർഷകരാണല്ലോ. ഏലത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. നമ്മുടെ സഭയിലും ഭൂരിഭാഗം അങ്ങനെയുള്ള ആളുകളാണ്. സാധാരണക്കാരാണ്. അപ്പൊ ഇവിടെ നമ്മൾ 7:30 മുതൽ 9 മണി വരെ ഹിന്ദി ആരാധനയുണ്ട്. ഒരു 10, 15, 20 ആളുകള് മിക്കവാറും ഉണ്ടാകും. പിന്നെ എല്ലാവരും കൂടെ വരികയാണെങ്കിൽ ഒരു 10, 40 പേരൊക്കെ ആരാധനയ്ക്ക് കൂടാനുണ്ട് മിക്കവാറും ദിവസങ്ങളില്. അത് വളരെ ശക്തമായി വളരെ അനുഗ്രഹമായിട്ടും പോകുന്നു. അവര് ദൈവം നമുക്ക് അങ്ങനെ ഒരു അവസരം കൂടെ തന്നു. അവരോട് കർത്താവിനെ കുറിച്ച് പറയാൻ അനേക ആളുകൾ വന്ന് വിടുതൽ പ്രാപിച്ചു പോയിട്ടുണ്ട്. വിശ്വാസികളല്ലാത്തവര് ഹിന്ദിക്കാര് ഇവിടെ രാത്രിയിലും പകലും ഒക്കെ ഈ ഭൂതം പിടിച്ച ആളുകളെ ഒക്കെ കൊണ്ടുവരുമായിരുന്നു. അത് രാത്രി 1 മണിക്ക് വരെ ഇവിടെ കൊണ്ടുവന്ന് ഇത് വല്ലാതെ കാറിയത് നിമിത്തം നാട്ടുകാർക്ക് പ്രശ്നമൊക്കെ ഉണ്ടായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ വളരെ ദൈവപ്രവൃത്തി അവരുടെ ഇടയിലുണ്ട്. അവരുടെ ഇടയിൽ കുറച്ചുകൂടെ വിപുലപ്പെടുത്തി കുറച്ചുകൂടെ പ്രവർത്തനമൊക്കെ നടത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാക്ഷ്യം കേൾക്കുന്നവര് അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കും. അപ്പൊ ഞങ്ങൾ ആ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞിട്ട് ആ ശുശ്രൂഷകൾ ഞങ്ങൾ ഇങ്ങനെ നോർത്ത് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യ പ്രഗ്നന്റ് ആയപ്പോൾ ഞാൻ നാട്ടിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് ഞാൻ കുമാരിക്ക് തിരിച്ചു പോയി അവിടെ കർത്താവിന്റെ വേലയിലായിരുന്നു. അവിടെ നിന്ന് ഒരു ദൈവനിയോഗപ്രകാരം ഞാൻ ഈ ആന്ധ്ര ബസാറിന് പോകുന്നത്. അവിടെ ചെന്നിട്ട് എനിക്ക് അവിടെ കുറച്ച് നിൽക്കാൻ പോലും പറ്റിയില്ല. ഞാൻ കുമാരിയിൽ വേല ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വളരെ ശക്തമായ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ട സമയത്ത് ഭാര്യ പ്രഗ്നന്റ് ആയിട്ട് അവർ നാട്ടിലും ഞാൻ കുമാരിയിലുമായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഭാര്യയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടായിട്ട് ഞാൻ വന്നു. കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 9 മാസം പ്രസവത്തിന് ഏതാണ്ട് 1-2 ആഴ്ച മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയം കുഞ്ഞു വയറ്റിൽ കിടന്ന് മരിച്ചുപോയി. അപ്പോ അത് ഞങ്ങൾക്ക് വലിയൊരു ഭാരമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പിന്നെ 3 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഉള്ള മോൻ ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതിനുശേഷം ഈ കുമാരിയിലെ പ്രവർത്തനം കഴിഞ്ഞ് ഞാൻ അന്തർബസാർ ബീഹാറിലേക്ക് ചെന്നപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഭാര്യ പ്രഗ്നന്റ് ആയപ്പോൾ നാട്ടിൽ വിട്ടിട്ടാണ് പിന്നെ ഞാൻ ബീഹാറിന് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഭാര്യ ഒരു 3 മാസം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ്. അപ്പൊ വീണ്ടും ടൈഫോയിഡ് പനി വന്നിട്ട് അവിടെ ഒന്നും ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കില്ല. നേരെ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 3-4 പാരസെറ്റമോൾ ഒരു നേരമൊക്കെ കഴിക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെ മരുന്ന് കഴിക്കുക. അപ്പം അവരുടെ വീട്ടിൽ ആരുമില്ലാതെ അമ്മയും മോളും മാത്രമേ ഉള്ളൂ. വന്ന് നിൽക്കാനും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ബീഹാറിൽ നിന്ന് അവിടെ എന്റെ സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ടുപോയ എന്റെ സാധനങ്ങളെല്ലാം അവിടെ കളഞ്ഞു വെച്ച് ഞാൻ ഒരു രാത്രി കോട്ടയത്ത് മെഡിക്കൽ കോളേജിലേക്ക് വണ്ടി കയറി വന്നതാ. പിന്നെ ഞാൻ തിരിച്ചങ്ങോട്ട് പോയിട്ടില്ല. കാരണം പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദൈവം ഹിന്ദിക്കാരുടെ ഇടയിൽ ഒരു ശുശ്രൂഷ എനിക്ക് തന്നുകൊണ്ട് ദൈവം ഹിന്ദിക്കാർ ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ശുശ്രൂഷ ദൈവം എനിക്ക് തന്നതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ ശുശ്രൂഷ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഞങ്ങളങ്ങനെ വന്നു. അവിടെ നിന്ന് തിരിച്ച് നാട്ടിൽ വന്നു. കുറച്ച് കാലം ചുമ്മാതെ നിന്നു. പക്ഷെ ചുമ്മാതെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം ചെയ്ത ഉപകാരം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ മലബാർ ഗോസ്ബൽ മിഷന്റെ കൂടെ കുറച്ചു കാലം വർക്ക് ചെയ്തു. അതിനുശേഷം ദൈവം എനിക്കൊരു വഴി സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടി തുറന്നു തന്നതാണ്. ഞാൻ ഈ കേരളത്തിൽ തുറന്നു തന്നു. അവിടെ ഞാൻ കുറച്ചു കാലം കർത്താവിന്റെ വേലയിലായിരുന്നു. നിലമ്പൂര്, എറണാകുളം ഇങ്ങനെ സ്ഥലങ്ങളിലെല്ലാം ശുശ്രൂഷ ചെയ്ത് ഇപ്പോ ദൈവത്തിന്റെ കൃപയിൽ ഞാൻ ഈ കുഞ്ചിത്തണ്ണി എന്ന് പറയുന്ന സ്ഥലത്ത് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ വേലയുള്ള ബന്ധത്തില് ഇവിടെ ആയിരിക്കുന്നു. ഇവിടെ ഈ എല്ലാ തരത്തിലും ദൈവത്തിന്റെ പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും എല്ലാം ഉണ്ട്.
പിന്നെ ഈ എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു ഭൗതികമായിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. പക്ഷെ എന്നാലും ദൈവം ചെയ്തൊരു അത്ഭുതം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ എറണാകുളത്ത് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് എറണാകുളത്തെ തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാ. ട്രാഫിക് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നും നടപ്പാക്കാത്ത ഒരു സ്ഥലമാണ് ഈ എറണാകുളം. എനിക്ക് ആഹ് ഒരു ദൈവദാസൻ തന്ന ഒരു ബൈക്കുണ്ട്. അപ്പൊ എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയത്തില്ല. ബൈക്ക് ഓടിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് ബൈക്ക് ഓടിക്കാൻ. അപ്പൊ എന്നോട് ചോദ്യം, ഒരു പാസ്സായാൽ ബൈക്ക് ഓടിക്കാൻ പഠിച്ചിരിക്കണമെന്ന് എന്നോട് പലരും പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തില്ല. എനിക്ക് പേടി കാരണം ഞാൻ പഠിച്ചില്ല. ഞാൻ അതിന് വേറൊരു വഴി കണ്ടുപിടിച്ചു. എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയും, ദൈവം എനിക്കൊരു ബൈക്ക് തരുമ്പോഴല്ലാതെ ഞാൻ എന്ത് ചെയ്യല ഡ്രൈവ് ഓടിക്കുക. എനിക്ക് വേറെ ആൾക്കാരുടെ വണ്ടിയെ പഠിക്കണ്ട. എനിക്ക് എന്റെ സ്വന്തം വണ്ടിയെ പഠിക്കണം. ഞാൻ നടന്നു പോകുന്നതും ദൈവത്തിന് നാണക്കേടാണെന്ന് തോന്നുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം എനിക്ക് തരും. അപ്പോ മതി. അന്നേരം ഞാൻ ബൈക്ക് ഓടിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ദൈവദാസൻ എന്നോട്, പാസ്റ്റർക്ക് ബൈക്ക് ഇല്ലേ? എന്നാ ശരി, ഞാനൊരു ബൈക്ക് തരാമെന്ന് പറഞ്ഞ അദ്ദേഹം എനിക്കൊരു ബൈക്ക് മേടിച്ചു തന്നു. എനിക്ക് അതിന് ആകെ മുടക്കെന്ന് പറയുന്നത് 100 രൂപയാ. ട്രെയിനിലാ വന്നത്. അത് എടുത്ത് താഴെ വെച്ചേ അദ്ദേഹത്തിന് ഒരു 100 രൂപ കൊടുക്കേണ്ടി വന്നു. അതല്ലാതെ എനിക്ക് ഫ്രീ ആയിട്ട് അത് തന്നു. ആ ബൈക്ക് കൊണ്ടാണ് ഞാൻ ഈ എറണാകുളത്ത് വരുന്നത്. എറണാകുളത്ത് എനിക്ക് ഇപ്പോഴും എന്റെ ഭാര്യയും ഒക്കെ വെച്ചുകൊണ്ട് ബൈക്കിന് പോകാൻ പേടിയാ. ഇപ്പോഴും പേടിയാ. തന്നെ ഞാൻ എവിടെ വേണമെങ്കിലും പോകും. അപ്പൊ എറണാകുളത്ത് എന്റെ സഭയിൽ വിശ്വാസികളൊക്കെ ഉള്ളത് 22 കിലോമീറ്ററും 15 കിലോമീറ്ററും 7 കിലോമീറ്ററും ആ ചുറ്റുവട്ടത്ത് കറങ്ങി നിൽക്കുക. ഒരു രക്ഷയില്ല വിസിറ്റിങ്ങിന് പോകാൻ. ഞാൻ എന്നിട്ട് ബസ്സിന് കയറി പോയാൽ അവരെല്ലാം ജോലിക്കാരെ, വൈകുന്നേരം വരുള്ളൂ. ബസ്സിന് കയറിപ്പോയി തിരിച്ചു വരാൻ എനിക്ക് പറ്റത്തില്ല. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, ഞാൻ അന്നേ നാഴി വരെ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ദൈവത്തോട് ചോദിച്ചപ്പോഴാണ്. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്കൊരു കാറ് കിട്ടണം. അപ്പൊ ദൈവം എന്നോട് ചോദിച്ചു, കാറ് കാറ് കിട്ടിയാൽ ഓടിക്കാൻ ലൈസൻസ് ഉണ്ടോ? ഞാൻ പറഞ്ഞു, ലൈസൻസ് ഇല്ല. അപ്പൊ ഞാൻ ആദ്യം ലൈസൻസ് എടുക്കാൻ പൈസ ഇല്ല. ദൈവമേ, പൈസ വേണം. ദൈവം എനിക്കൊരു വഴി തുറന്നു. ഞാൻ പോയി ലൈസൻസ് എടുത്തു. ടെസ്റ്റ് പാസ്സായി ലൈസൻസ് എടുത്തു. ലൈസൻസ് എടുത്തതിന്റെ 6 മാസം കഴിഞ്ഞപ്പോ ഈ എറണാകുളത്ത് ഭയങ്കര സഹായം ചോദിച്ചു വരുന്ന ആൾക്കാരാ. അതുകൊണ്ട് ആര് വന്ന് കതകെ മുട്ടിയാലും ഞാൻ ഒരു 100 രൂപ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് അവിടെ ചെല്ലുള്ളൂ. കാരണം അവരെന്തേലും ചോദിക്കാൻ വരുന്നവരാ, കൊടുത്തു വിടും. അങ്ങനെ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ, എറണാകുളം പട്ടണത്തിനകത്തോണ്ട് ബൈക്ക് ഓടിക്കാൻ എനിക്ക് പറ്റത്തില്ല, എനിക്ക് പേടിയാ. കാരണം ഇടതെന്നോ വലതെന്നോ ഒന്നുമില്ല. നമ്മൾ നോക്കി പോയില്ലെങ്കിൽ ഏത് സൈഡിൽ കൂടെ വേണമെങ്കിലും ആൾക്കാർ വണ്ടിയും കൊണ്ട് വരും. നമ്മൾ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്കൊരു വാഹനം, ഒരു കാറ് വേണം എന്നിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് വാതിലിൽ മുട്ടി. അപ്പൊ ഇദ്ദേഹം ഞാനൊരു 100 രൂപയൊക്കെ കൈ പിടിച്ചോണ്ട് വെളിയിൽ ചെന്നു. വെളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോ അദ്ദേഹം എന്നോട് ചോദിച്ചു, അദ്ദേഹം ആംഗ്ലോ ഇന്ത്യനാ, മലയാളം കുറച്ചേ അറിയത്തുള്ളൂ, ഇംഗ്ലീഷ് ഹിന്ദി. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇവിടുത്തെ പാസ് ആരാ? ഞാൻ പറഞ്ഞു, പാസ് ഞാനാ. ആ ശരി. അദ്ദേഹം ഉടനെ ഹോളിനകത്തോട്ട് കയറി വന്നു. ഞാൻ പറഞ്ഞു, അച്ഛാ ഇരിക്കേ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇരിക്കുന്നില്ല പാസ്റ്റർ, ഞാന് കുറെ നേരമായിട്ട് ഈ പട്ടണത്തിൽ കൂടെ കിടന്ന് കറങ്ങുക. എന്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, ദശാംശമാണ്. ഞാൻ അതൊരു പാസ്ബുക്ക് കൊടുക്കാൻ വേണ്ടി ഇതിൽ ചർച്ച് തപ്പി നടന്നിട്ട് എങ്ങും ആരെയും കണ്ടില്ല. എന്നാ ഞാൻ ഹോട്ടലിലേക്ക്, അദ്ദേഹം അവിടെ വേറെ ഒരിടത്തുനിന്ന് വന്ന് മുറിയെടുത്ത് താമസിക്കുക. ഹോട്ടലിലേക്ക് മടങ്ങിപ്പോയപ്പോ ഞാൻ ചുമ്മാ മേലോട്ട് നോക്കിയപ്പോ ഒരു പ്രെയർ ഹാൾ എന്നൊരു ബോർഡ് കണ്ടു. അതുകൊണ്ട് ഞാനിവിടെ പാസ്റ്റർ ഒന്ന് കാണാൻ വന്നതാന്ന് പറഞ്ഞു. ഇദ്ദേഹം ഞാൻ 100 രൂപ കൈ പിടിച്ചോണ്ടിരിക്കുക പുള്ളിക്ക് കൊടുക്കാൻ. അദ്ദേഹം എനിക്കൊരു 4000 രൂപ തന്നു. 4000 രൂപ എന്ന് വെച്ചാൽ അദ്ദേഹം മാത്രം ഇവനെ ഇറങ്ങിപ്പോയി. ഒരു 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വന്നു. എനിക്ക് കുറച്ച് പൈസ ഇവിടെ തന്നു. അദ്ദേഹം പോയി. പിന്നെ ഒരു പ്രാവശ്യം അദ്ദേഹം വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇവിടെ എപ്പോഴാ ആരാധന തുടങ്ങുന്നത്? ഞാൻ പറഞ്ഞതുപോലെ 9 മണിക്കാണ്. ശരി. 3-ാമത്തെ ആഴ്ച അദ്ദേഹം ആരാധനയ്ക്ക് വന്നു. ആരാധനയ്ക്ക് വന്ന ആ ദിവസം അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, പാസ് എന്റെ ബൈക്ക് കണ്ടിട്ട്, പാസ്ക്ക് ബൈക്ക് മാത്രമേ ഉള്ളൂ അല്ലേ, പാസ്ക്ക് കാറില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല അതെ, കാറില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ കയ്യില് ഒരു 1.5 ലക്ഷം രൂപയുണ്ട്, അതേ ഉള്ളൂ എന്റെ കയ്യില്. പാസ്ക്ക് ഞാൻ ആ 1.5 ലക്ഷം രൂപ തരാം. കൂടുതൽ പൈസയുടെ വണ്ടി മേടിക്കണമെങ്കിൽ പാസ്ക്ക് കൂടുതൽ വണ്ടിയുടെ പൈസ, ബാക്കി പാസ് ഇട്ട് മേടിച്ചു. ഇത്ര എന്റെ കയ്യിലുണ്ട്, ഇത് ഞാൻ തരാം. ശരി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട്, അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി. ദൈവമേ, അദ്ദേഹം, ഞാൻ ചോദിച്ചു, കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, കാശ് കൊണ്ടുവന്നിട്ടില്ല, ഞാൻ തരാം. പാസ് ഒരു കാര്യം ചെയ്യൂ, വണ്ടി നോക്കിക്കോ. ശരി. ഞാൻ പറഞ്ഞു, അച്ഛാ ഒരു കാര്യം ചെയ്യാം, നമ്പർ ഇതാ. അദ്ദേഹം പറഞ്ഞു, നമ്പർ ഒന്നും വേണ്ട പാസ്റ്ററെ, പാസ് വണ്ടി നോക്കി കഴിയുമ്പോൾ ഞാൻ കൃത്യമായിട്ട് വരുമെന്ന് പറഞ്ഞു.
അപ്പൊ ഞാന് പുള്ളി നമ്പർ തരാതെ പോയി. ഞാൻ ഉടനെ വണ്ടിയെല്ലാം അന്വേഷിച്ച് സെക്കൻഡ് വണ്ടിയാണ്. സെക്കൻഡ് പ്രീ ഓൺഡ് കാറാ. നമ്മൾ അതേ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോ ഞാൻ അവിടെ പോയി കാര്യങ്ങളെല്ലാം റെഡിയാക്കി. ഒരു ഷോറൂമിലാണ്, ഹുണ്ടായുടെ ഷോറൂമിൽ പോയി. ഒരു എക്സ്ചേഞ്ച് വണ്ടി വന്ന് കിടപ്പുണ്ട്. ഞാൻ അതെല്ലാം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. അവരോട് പറഞ്ഞിട്ട് പോന്നു. ഞാൻ നാളെ വരുമെന്ന് പറഞ്ഞേച്ച് പോന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പരും ഇല്ല. ഇദ്ദേഹത്തിന്റെ പേരും എനിക്കറിയത്തില്ല. ഇദ്ദേഹം എപ്പോ വരുമെന്നും അറിയത്തില്ല. ഞാൻ അങ്ങനെ ഇരുന്ന സമയത്ത് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് നടക്കാൻ ഇറങ്ങുന്ന ഒരു പരിപാടി. ഞാൻ നടക്കാൻ ഇറങ്ങാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പം ഇദ്ദേഹം കയറി വരുന്നു. ഇദ്ദേഹം കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു, "പാസ്റ്ററെ, ഇന്നാ 1,50,000 രൂപയുണ്ടെന്ന് പറഞ്ഞു." എന്റെ കയ്യിൽ 1,50,000 രൂപ തന്നു. അപ്പൊ തന്നു കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, "വണ്ടിക്ക് എത്ര രൂപയായെന്ന്?" ചോദിച്ചു. ഞാൻ പറഞ്ഞു, "വണ്ടിക്ക് പറഞ്ഞത് 1,90,000 രൂപയാ. സാരമില്ല, ഞാൻ 40,000 രൂപ എങ്ങനെ ഉണ്ടാകുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, 40,000 രൂപ ഞാൻ ഉണ്ടായിക്കോളാം എന്ന് പറഞ്ഞു. അന്നേരം പുള്ളി പറഞ്ഞു, അത് വേണ്ട പാസ്റ്ററെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയിട്ട് പിറ്റേ ദിവസം ഞാൻ വണ്ടി മേടിക്കാൻ പോകുന്നതിന് മുമ്പ് വന്ന് ബാക്കി പൈസയും കൂടെ എനിക്ക് കൊണ്ടു തന്നു. അദ്ദേഹം എനിക്ക് ഫുള്ള് പൈസ തന്നു. ഞാൻ പോയി വാഹനം എടുത്ത്. എനിക്ക് ഓടിക്കാൻ അറിയത്തില്ല, ലൈസൻസ് ഉണ്ടെന്നേ ഉള്ളൂ. എറണാകുളത്തേക്കൂടെ ഓടിക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും മേല, അതുപോലെ ട്രാഫിക്. അപ്പൊ എന്റെ കൂട്ട് സഭയിലുള്ള ഒരു അച്ഛനെ വിളിച്ചുകൊണ്ട് പോയി വണ്ടി എടുത്തുകൊണ്ട് ഞാൻ മുറ്റത്ത് കൊണ്ടുവന്ന് ഇടിച്ചു. പിറ്റേ ആഴ്ച അദ്ദേഹം വന്നു. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, "അച്ഛാ, അച്ഛൻ തന്ന വണ്ടി, കാശ് മേടിച്ച വണ്ടി ഇതാണെന്ന്" പറഞ്ഞു. അപ്പൊ അദ്ദേഹം അതിലേക്കൊന്ന് നോക്കുന്നു പോലും. എന്നെ ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തിയ കാര്യം അതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, "അതെ, നോക്കുക പോലും ചെയ്യാതെ, ആട്ടെ പാസ്റ്ററെ, ദൈവം പാസ്റ്ററെ അനുഗ്രഹിക്കട്ടെ" എന്ന് പറഞ്ഞതല്ലാതെ അദ്ദേഹം നോക്കിയില്ല. അദ്ദേഹം നടന്ന് ആരാധന കഴിഞ്ഞ് നടന്നു പോവാ. ഞാൻ പറഞ്ഞു, "അച്ഛാ, അതെന്നെ കൊണ്ടുവിടാന്ന്" പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, "വേണ്ട വേണ്ട, ഞാൻ നടന്നേ പോകുന്നുള്ളൂ. പാസ്റ്റർ എന്ത് ചെയ്യാ, അത് എനിക്ക് വേണ്ട" എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൽ നോക്കി പോലുമില്ല. അദ്ദേഹത്തെ പല പ്രാവശ്യം ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചിട്ടും അദ്ദേഹം ഒരൊറ്റ പ്രാവശ്യം ഒരു 2 ഉരുള ചോറ് തിന്നിട്ടുണ്ട്. അതും തൈര് മാത്രം ഒഴിച്ച്. വേറെ ഒരു കറി അദ്ദേഹം കൂട്ടിയില്ല. അദ്ദേഹത്തിന് വേണ്ടെന്ന് പറഞ്ഞു. തൈര് മാത്രം ഒഴിച്ച് അദ്ദേഹം കുടിച്ചിട്ട് അദ്ദേഹം പോയി. ഇന്നേ ദിവസം വരെ ആ പോക്ക് പോയതാണ്. പിന്നെ അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പരും എനിക്കില്ല. അദ്ദേഹത്തിന് ഒരു പ്രായമുള്ള മനുഷ്യനാ, 10-70 വയസ്സോളം ഉണ്ടാവും. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിന്റെ പേര് എനിക്ക് തോന്നുന്നു പിന്നെ എപ്പോഴും അദ്ദേഹം ഇത് പോകാൻ നേരത്ത് ഇറങ്ങി പോകാൻ നേരത്ത്, "അച്ഛാ, അതെന്റെ നമ്പരോ തന്നില്ല, പേരെങ്കിലും പറഞ്ഞു പോകാന്ന്" പറഞ്ഞു. അദ്ദേഹം എന്തോ ഖബ്രാൾന്നോ അങ്ങനെ എന്തോ ഒരു പേര് എന്നോട് പറഞ്ഞു. അല്ലാതെ അദ്ദേഹത്തെ കുറിച്ച് യാതൊരു ഡീറ്റെയിൽസും എനിക്ക് അറിയത്തില്ല. അദ്ദേഹം അന്ന് പോയ പോക്കാണ്. അപ്പൊ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാന് പതിയെ ഓടിച്ച് നോക്കിയൊക്കെ പഠിച്ച് ഉടൻ തന്നെ ഞാൻ ആ പട്ടണത്തേക്ക് വാഹനം ഓടിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ദൈവം എന്നെ പഠിപ്പിച്ചു. ഞാൻ ആ തിരക്കിനകത്തോടെ, അതായത് ഞാൻ താമസിക്കുന്ന എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തായിരുന്നു. അവിടുത്തെ ജംഗ്ഷനിൽ നിന്ന് വൈറ്റില വരെ 2 കിലോമീറ്റർ നിശ്ചയമേ ഉള്ളൂ. പക്ഷെ നമ്മൾ വിസിറ്റിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞത് ഒരു 3/4 മണിക്കൂർ എടുക്കും ഈ 2 കിലോമീറ്റർ നമ്മൾ തരണം ചെയ്യാൻ. അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ദൈവം എന്നെ പഠിപ്പിക്കുകയും ചെയ്തു. ദൈവം എന്നെ ഇത്രയും വലിയൊരു അത്ഭുതം നടത്തി. അത് എനിക്ക് മിക്കവാറും എല്ലായിടത്തും ഞാൻ പറയുന്നതാണ്. അതൊരു ഭൗതിക നന്മ എന്നതിനേക്കാൾ ഉപരി എല്ലാവരും എന്നോട് പറയുന്നത്, അത് സ്വർഗദൂതൻ വന്നതാന്നാ പറയുന്നത്. ദൂതൻ വന്നാലും ആര് വന്നാലും എനിക്ക് അത് ഭയങ്കര അതിശയമാണ്. ദൈവം എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ആ വലിയൊരു അതിശയം. ആ വാഹനമാണ് ഇപ്പോഴും എന്റെ കയ്യിലിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന് മഹത്വം. അപ്പൊ എന്റെ ഈ ദൈവം പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് ചുരുക്കി പറയട്ടെ. ഒരു മരുന്ന് പോലും കൂടാതെ ബ്രെയിൻ ട്യൂമർ, എന്റെ വലത് കൈയും വലത് കാലും തളർന്നു പോയി, കണ്ണിന്റെ കാഴ്ച പോയെടുത്ത് ഒരു തുള്ളി മരുന്ന് പോലും കൂടാതെ സ്വർഗത്തിലെ ദൈവം എന്നെ സൗഖ്യമാക്കി. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറുന്നിടം വരെ ദൈവം വെയിറ്റ് ചെയ്ത് എന്നെ സൗഖ്യമാക്കാൻ. ആ തീരുമാനത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നു, എന്നെ സൗഖ്യമാക്കി. ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു. ഈ വചനത്തിനകത്ത് ജീവനുണ്ട്. നിങ്ങൾ ഒരു ഡിലേയും ഡിനയലല്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. താമസം ഒരിക്കലും ദൈവം നമ്മളെ ഉപേക്ഷിച്ചതല്ല. ദൈവത്തിന്റെ പദ്ധതി പൂർത്തിയാക്കാൻ വേണ്ടി മാത്രം ദൈവം വെയിറ്റ് ചെയ്യുന്നതാണ്. ആ വെയിറ്റിംഗ് പീരീഡ് ഓവർ ആയാൽ നമ്മൾ അതങ്ങ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. കാരണം അത്ഭുതം ചെയ്യാൻ കഴിയാത്തവണ്ണം ദൈവത്തിന്റെ കരം കുറുകി പോയിട്ടില്ല.
ദൈവം അന്നും ഇന്നും എന്നേക്കും വിശ്വസ്തനുമാണ്. അതവന്റെ സ്വഭാവമാണ്. അതിന് മാറ്റം വരത്തില്ല. ദൈവവചനത്തെ മുറുക്കെ പിടിച്ചു, കർത്താവിനെ മുറുക്കെ പിടിച്ചു, അത്ഭുതങ്ങൾ നടക്കും. ഇതാണ് എനിക്ക് കൺക്ലൂഷൻ ആയിട്ട് പറയാനുള്ളത്. ഈ ലോകത്തിലും വരുവാനുള്ളതിലും നമ്മുടെ എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ രക്ഷയിലേക്ക് വരാൻ കാരണമായത് ഇത് മാത്രമാണ്. പക്ഷെ എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, രോഗം സൗഖ്യമായതിനേക്കാൾ ഉപരി ഈ കർത്താവിനെ കണ്ടെത്താൻ പറ്റിയെന്നുള്ളതാണ്. ഇപ്പോൾ യേശുവിലൂടെ മാത്രമേ ഉള്ളൂ രക്ഷ എന്ന് എന്നെ കൊണ്ട് പറയാൻ പറ്റുന്നിടത്തൊക്കെ, എനിക്ക് അവസരം കിട്ടുന്നിടത്തൊക്കെ, നിങ്ങൾക്ക് നിങ്ങൾ എന്ത് വിശ്വസിച്ചോ, നിങ്ങൾ വിശ്വസിക്കുന്നതിന്, ഈ അബ്രഹാമിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം തരുമെന്ന് ദൈവവചനം പറയുന്നില്ല. അബ്രഹാം വിശ്വസിച്ചത് ഇങ്ങനെയാ, ദൈവം വാഗ്ദത്തം ചെയ്തത് എന്തോ അത് ചെയ്യാൻ അവൻ വിശ്വസ്തനാണ്. ആ വിശ്വസ്തതയ്ക്ക് ഒരു മാറ്റവും വരില്ല. ദൈവം നമ്മളോട് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള, മരിച്ചവരുയർക്കും, രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ പുറത്താകും, നിത്യജീവനെ മുറുകെ പിടിച്ച് നിത്യസന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റും. സമാധാനമില്ലാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഉള്ളിൽ തരും. ഇതെല്ലാം വാഗ്ദത്തങ്ങളാണ്. ആ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് ഉറപ്പായിട്ടും തരും. ഇതിൽ കൂടുതൽ എങ്ങനെ അത് പ്രസ് ചെയ്ത് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ദൈവവചനം ഉറപ്പായിട്ടും 100% നമ്മൾ ലജ്ജിച്ചു പോകത്തില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞ്, എനിക്ക് നന്ദി കൂടെ പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ എൻ്റെ ഈ സാക്ഷ്യം ഈ അരോമ ടി വിയിലൂടെ അനേകർ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഈ അരോമ ടി വിയിലെ പ്രേക്ഷകരിൽ ആരെയും അറിയില്ലായിരിക്കാം, ഒരുപക്ഷെ എന്നെ അറിയില്ലായിരിക്കാം, എനിക്ക് അവരിലേക്ക് ഒന്നും എത്താനും കഴിയില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം എനിക്ക് അവരിലേക്ക് ഒരു വലിയ ഗ്രൂപ്പ് ആളുകള്, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വീഡിയോ കാണുന്നതാണ്, അവരിലേക്ക് എന്റെ സാക്ഷ്യം എത്തിക്കാൻ ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന ഈ അരോമ ടി വിയോടും പ്രിയ ദാനിയേൽ സാറിനോടും ഇതിന്റെ എല്ലാ പ്രവർത്തകരോടും, പ്രിയ ദേവദാസിയോടും, കുഞ്ഞുങ്ങളോടും, ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടുമുള്ള എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. എന്നെ ഈ അരോമ ടി വിയിൽ പരിചയപ്പെടുത്തിയത് ഇവാഞ്ചലിസ്റ്റ് സാമോഡിയിൽ എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ്. ഞങ്ങൾ തമ്മിൽ ഫോൺ വിളിച്ചിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോണിൽ സംസാരിച്ചിട്ടുള്ള ഞങ്ങളാണ്. ഞങ്ങൾ 6-7 മണിക്കൂർ നെറ്റ്വർക്കുകാർ, അവര് കമ്പനിക്കാർ കട്ടാക്കുമ്പോഴാണ് ഞങ്ങൾ സംസാരം നടത്തിയിരുന്നത്. അതുപോലെ ഞങ്ങൾ ദൈവവചനം പങ്കുവെക്കുന്നവരായിരുന്നു. അങ്ങനെ എന്നെ എൻ്റെ വലിയ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലൊക്കെ എന്നെ ഞാനൊരു കഴിഞ്ഞ ഒരു 4-5 മാസം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഹീബ്രു, ഗ്രീക്ക്, അരാമിക് ആൻഡ് ബിബ്ലിക്കൽ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ്, ഹീബ്രുവിലും ഗ്രീക്കിലും ഒക്കെയുള്ള ഓരോ വാക്കുകളുടെ ലെയറുകളിലെ അർത്ഥം നമുക്ക് ട്രാൻസ്ലേഷനുകളിൽ കിട്ടത്തില്ല. അപ്പോൾ ആ അർത്ഥം അത് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായി എങ്ങനെ പ്രയോജനപ്പെടുത്താന്നുള്ള ഒരു ചാനൽ. എന്നെ ആ ഹീബ്രുവിലേക്കും ഗ്രീക്കിലേക്കും ആ ദൈവജനത്തിന്റെ ആഴത്തിലേക്കും പോകാൻ എന്നെ സഹായിച്ചിട്ടുള്ളതും പ്രേരിപ്പിച്ചതും ഈ സാബു പൊന്നോടിയിൽ എന്ന് പറയുന്ന ദേവദാസനാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിലും എനിക്ക് ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇദ്ദേഹം മാത്രമാണ് എന്നെ ഒരുപാട് തകർന്നു പോകേണ്ട സാഹചര്യങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദൈവത്തോട്, കർത്താവെ ഇതിലും നല്ലത് കൂലിപ്പണിയാണെന്ന് ഞാൻ കുറെ കാലം മുമ്പ് ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രമാത്രം തകർന്നു പോയ സാഹചര്യത്തില്, പക്ഷെ അതൊക്കെ ദൈവം എന്നെ പണിതെടുക്കാൻ വേണ്ടി ആയിരുന്നു എന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. അന്നൊക്കെ എന്നെ ബലപ്പെടുത്തിയ ഒരു ദൈവദാസനാണ് ഈ സാബു കൊണോളി എന്ന് പറയുന്ന ദൈവദാസൻ. ആ ദൈവദാസനോടുള്ള പ്രത്യേക നന്ദിയും ഞാൻ അറിയിക്കുന്നു. സാക്ഷ്യം കേട്ട യരോമ ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും, പ്രിയ ദൈവദാസനെയും, എല്ലാ ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ ഒരു വാക്ക് എല്ലാവർക്കും വേണ്ടി ചുരുക്കമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവമേ, ഇന്ന് പകൽ ഇതൊരു വലിയ അനുഗ്രഹമാണ്, ഇതൊരു വലിയ വഴിയാണ്. കർത്താവായി യേശു അടിയന്റെ ജീവിതത്തിൽ ചെയ്ത, അനേകരുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് പറയുവാൻ ഇങ്ങനൊരു മാധ്യമം, ഈ അരോമ ടി വിയെ സ്വർഗത്തിലെ ദൈവം തന്റെ ദാസന് ദർശനം നൽകി ഇതിനെ സ്ഥാപിച്ചല്ലോ. അതിനായി നന്ദിയോടെ സ്തോത്രം. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ച് പ്രിയ
ദാനിയേൽ ദൈവദാസനെയും ദൈവദാസിയെ കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, അതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ സാക്ഷ്യവചനങ്ങൾ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിന്റെ അനുഗ്രഹം ഇസഹാക്കിലൂടെ, യാക്കോബിലൂടെ, ക്രിസ്തു യേശുവിൽ എന്നും എന്നേക്കും തലമുറ തലമുറയായി മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ സാക്ഷ്യം അനേകർക്ക് ബലമായി തീരട്ടെ. കർത്താവെ, ഈ അരോമ TV ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിച്ച് യേശുവിന്റെ തിരുനാമ മഹത്വത്തിന് ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും സുവിശേഷവും ദൈവമഹത്വവും എത്തിക്കുന്ന ഒരു TV ചാനലായി മാറട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിങ്ങളുടെ ദാസനെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കണമേ. കർത്താവെ, ഈ അരോമ TV അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കണമേ. അങ്ങ് കർത്താവെ, രോഗികളായി ഭാരപ്പെടുന്നവരെ, ഈ സാക്ഷ്യം കേൾക്കുന്നവരെ, അവരെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും അത്ഭുതകരമായി വിടുവിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ, അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമാകട്ടെ. ഇത് കേട്ട് അനേകർ സാക്ഷ്യം പറയുവാൻ ഈ അരോമ TVയിലേക്ക് കടന്നു വന്നത് അനേകർക്ക് ബലമായി തീരുവാനും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഞാൻ ആലോചിച്ചു പോവുകയായിരുന്നു, ഈ കർത്താവിനെ കണ്ടുമുട്ടുവാൻ കഴിഞ്ഞില്ലായിരുന്നു എങ്കിൽ സിബി എന്ന് പറയുന്ന വ്യക്തി ഇന്ന് എങ്ങനെ ആയിരുന്നു, അല്ലെ എവിടെ എത്തിച്ചേരുമായിരുന്നു, അല്ലെ ആ വ്യക്തിയുടെ ഭാവി എന്താകുമായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. സ്തോത്രം. ഒരിക്കലും ഈ ഒരു അനുഭവത്തിലേക്ക് വരാൻ ഒരു സാധ്യതയും ഇല്ലാതെ ഇരുന്ന സാഹചര്യത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. വളർന്നു വന്നപ്പോൾ ഈശ്വരഭക്തനായിരുന്നുവെങ്കിലും ചെറുപ്പത്തിൽ തന്നെ ഒരു ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം ഉടലെടുത്തു. ലൈബ്രറികളിലൂടെ ലഭിച്ചതായ അറിവനുസരിച്ച് പിന്നത്തേതിൽ ഒരു ഈശ്വരനും ഇല്ല എന്നുള്ള സങ്കല്പത്തിലേക്കും വിശ്വാസത്തിലേക്കും വന്നു. ഒരു നിരീശ്വരവാദിയായി പോകുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് വലിച്ചഴിക്കപ്പെട്ടു. എന്നാൽ അവിടെ നിന്നൊക്കെ ദൈവം ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തിലേക്ക് വരുവാൻ ദൈവം കൊണ്ടുവന്ന അസാധാരണമായ ചില അനുഭവങ്ങൾ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു. അപ്പോൾ അവിടെ പ്രസക്തമായി എടുത്തു പറഞ്ഞ ഒരു കാര്യം സഹോദരിമാർക്കുള്ള പങ്ക് എന്നുള്ളതാണ്. തിരുവെഴുത്തുകളിൽ പെൺകുട്ടികൾ മുതൽ ഒരുപാട് സഹോദരിമാരെ ദൈവം ഉപയോഗിച്ച ഒരുപാട് സംഭവങ്ങൾ അവിടെ പറയുന്നു. കുഷ്ഠരോഗിയായിരുന്ന നയമാന്റെ ഭവനത്തിൽ പിടിക്കപ്പെട്ടു കൊണ്ടുവന്നതായ, അല്ലെങ്കിൽ ആ വേലക്കാരി പെൺകുട്ടി ആ ഭവനത്തിൽ യേശു കർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും അങ്ങനെ നയമാന്റെ കുഷ്ഠം മാറുവാനൊക്കെ ഇടയായി തീർന്ന ആ സാഹചര്യം ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇങ്ങനെ തിരുവെഴുത്തുകളിൽ പഴയ നിയമം മുതൽ പുതിയ നിയമത്തിന്റെ പല ഏടുകളിലും നാം പരിശോധിക്കുമ്പോൾ സഹോദരിമാർ, പെൺകുട്ടികൾ, ദൈവ മക്കൾ ആയിരിക്കുന്ന പല പ്രിയപ്പെട്ടവർ, അവർക്ക് കിട്ടിയ അവസരങ്ങളൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനും മാറ്റമില്ലാത്ത ദൈവവചനം പ്രസ്താവിക്കുവാനും ഇടയായി തീർന്നപ്പോൾ അവിടെ നടന്നിട്ടുള്ള അസാധാരണമായ സംഭവങ്ങൾ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്നും ദൈവത്തിൻ്റെ പദ്ധതികൾ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. സഹോദരിമാര് അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥനകൾ വ്യർത്ഥമല്ല. നമ്മൾ ഒരാളോടെങ്കിലും സുവിശേഷം പറയുന്നു എങ്കിൽ ആ വചനം വ്യർത്ഥമായി പോകുകയില്ല. ഒരു ട്രാക്റ്റ് കൊടുത്തോ, ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് കൊടുത്തോ, അല്ലെ ഒരു നേരത്തെ ആ വ്യക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോ ഒന്നും ഒരിക്കലും നഷ്ടമാകുകയില്ല. അത് തക്ക സമയമാകുമ്പോൾ അത് അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാനിടയായിത്തീരും. അതിന് വ്യക്തമായ ഉദാഹരണമാണ് കർത്താവിൻ്റെ ദാസൻ സിബി. ഞാൻ മനസ്സിലാക്കുന്നു, ആ അയൽവക്കത്തുള്ളതായ ആ വാത്സല്യ സഹോദരി ഭവനത്തിൽ കടന്നു വന്ന്
കർത്താവിനെ കുറിച്ച് പറയുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായി തീർന്നു. ആ പ്രത്യേക ഘട്ടം ഒരുപക്ഷെങ്കിൽ ഈശ്വരഭക്തനായി ജീവിച്ച ആ ഒരു നിലയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിരുന്നു എങ്കിൽ ഇന്നിങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുമായിരുന്നില്ല. പകരം അവിടെ നിന്ന് ഒരു റിബല്യസ് വ്യതിചലിച്ച ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അപ്പോൾ സംഭവിച്ച ചില സംഭവവാസങ്ങളെക്കുറിച്ചും ഓർപ്പിച്ചു. അറിയാതെ ശരീരത്തിലുണ്ടായ ചില പ്രയാസങ്ങൾ, ബ്രെയിൻ ട്യൂമർ ഉണ്ടായി, കൈ തളർന്നുപോയി, കാൽ തളർന്നുപോയി, വലതുവശം മുഴുവൻ തളർന്നുപോയി, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അസാധാരണമായ അനുഭവങ്ങൾ ആ സമയത്തുണ്ടായി. ഒരിക്കലും വിചാരിച്ചില്ല ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് ഇന്നായിരിക്കുന്ന രീതിയിലേക്ക് കടന്നു വരുവാൻ. പക്ഷേ അത് ഒരു അനുഭവം മാത്രമായിരുന്നു. ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ലെങ്കിൽ ഈ സാക്ഷ്യം പറയുവാൻ കഴിയുമായിരുന്നില്ല. ഈ ഒരു സാക്ഷ്യം ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലിന് കാരണമായി തീരുവാൻ വേണ്ടി കർത്താവിൻ്റെ ദാസൻ സിബിക്ക് ദൈവം തന്നതായ ഒരു അനുഭവം മാത്രമായി. കുറച്ചു കാലത്തേക്ക്, കേവലം 1.5 വർഷ കാലയളവിൽ ആ കഷ്ടത അനുഭവിക്കേണ്ടി വന്നു. ലാസർ ശവശരീരമായിട്ട് 4 ദിവസം കല്ലറയിലിരുന്നെങ്കിലും വലിയൊരു അത്ഭുത സാക്ഷ്യമായിട്ട് 4-ാം നാൾ പുറത്തു വന്നു. നമ്മുടെ ജീവിതത്തിൽ ചില പർട്ടിക്കുലർ പീരീഡിൽ നമ്മൾ ചിലപ്പോൾ രോഗികളായി, ബ്രെയിൻ ട്യൂമർ ഉള്ളവരായി, അല്ലെങ്കിൽ തളർന്നവരായി, മറ്റു പല പ്രതിസന്ധികളിലൂടെ കടന്ന് നാം ആയിരിക്കുന്ന സാഹചര്യം, അതിനെ തരണം ചെയ്ത് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിലുള്ളതായ വചനവും ജീവനുമാണ്. അത് നാം വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതങ്ങനെ സംഭവിക്കും. ആ ദൈവവചനം ഏറ്റെടുത്തപ്പോൾ, ഞാൻ ദേവദാസൻ പറഞ്ഞ ആ വാക്കുകൾ ഞാൻ ഓർക്കുന്നു. വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് സംഭവിക്കുന്ന സംഭവം മാറ്റങ്ങൾ, വിശ്വസിച്ചാൽ അത് സംഭവിക്കും. എന്ത് വിശ്വസിച്ചാൽ? ദൈവത്തിൻ്റെ വചനം നമ്മളെ ജീവിപ്പിക്കുന്നതാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 4:12 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്ന ദൈവത്തിൻ്റെ ആ മാറ്റമില്ലാത്ത വചനം, അത് നമ്മൾ കേൾക്കുകയും അത് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും നമ്മൾ വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരഭാഗങ്ങളിൽ അത് വിടുതലായി പരിണമിക്കുവാനിടയായി തീരും. അത് അസ്ഥികളെ, മജ്ജകളെ, മാംസ, നാഡി, പേശി വ്യൂഹങ്ങളെയും അത് സൗഖ്യമാക്കുവാനിടയായി തീരും. രോമാ ടിവിയുടെ പ്രേക്ഷകരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഈ സാക്ഷ്യം ആമേനൊരു കെട്ടുകഥയല്ല, ആമേനൊരു കിഴവിക്കഥയല്ല, കേട്ടുകേൾവിയല്ല. അനുഭവസ്ഥം വിളിച്ചു പറയുക. 100 കണക്കിന് ദൃക്സാക്ഷികളുള്ള വ്യക്തിയുടെ ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കുവാൻ കൂടിയായി തന്നത്. ആ ദൈവത്തിൻ്റെ വചനം അദ്ദേഹത്തിൻ്റെ വായിലൂടെ ഏറ്റു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വലത് കൈയിലേക്ക് ഇറങ്ങി വന്നതായ ആ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. തൂങ്ങിക്കിടന്നതായ കൈ ചേർത്ത് വെച്ച് അത് ജീവനുള്ളതായി തീർന്നു. കാലുകൾ നിവർന്നു, കണ്ണിന് കാഴ്ച ലഭിച്ചു. എത്ര പെട്ടെന്നാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സംഭവങ്ങൾ മാറുന്നത്. തിരുവനന്തപുരത്ത് ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ വിധി എഴുതി കേവലം 1.5 വർഷം മാത്രം ഇനി ജീവിച്ചിരിക്കുമെന്ന്. ഈ കാലമൊക്കെയും സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ നടന്ന് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, കർത്താവിൻ്റെ ദാസനായി അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനായി തീരത്തക്കവണ്ണം ദൈവവചനം വിവിധ നിലകളിൽ പഠിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഡിഗ്രി ഹോൾഡറായിട്ട് ഇപ്പോൾ MDH പൂർത്തീകരിക്കുവാൻ പോകുന്നു. അതിൻ്റെ ഗ്രാജുവേഷൻ നടക്കാൻ പോകുന്നു. ഇത്ര നിലയിൽ, ഈ ഒരു നല്ല നിലയിലേക്ക് വരണമെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ എന്നൊന്നല്ലാതെ മറ്റെന്താകുമെന്ന് പറയുന്നു. സ്തോത്രം. ആരുടെയും സമ്മർദ്ദം കൂടാതെ, പരപ്രേരണ കൂടാതെ ഒരു വ്യക്തി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഒരു വ്യക്തി വിധേയപ്പെടുമ്പോൾ, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ, വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുവാൻ തയ്യാറാകുമ്പോൾ, ആ വചനത്തിനകത്തിലൂടെ വ്യാപരിക്കുന്നതായ ദൈവീയ സൗഖ്യവും അത്ഭുതങ്ങളുമാണ് ഈ അരോമ ടിവിയുടെ ഈ സാക്ഷ്യ പരമ്പരയിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസ CBKSന്റെ ജീവിതത്തിൽ നടന്ന അസാധാരണമായ ഈ അനുഭവങ്ങൾ അരോമ TV പ്രേക്ഷകർക്ക്
വലിയൊരു അനുഗ്രഹമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന കർത്താവിന് വേണ്ടി ഉത്തമ സാക്ഷ്യം വഹിപ്പാൻ ആയുസ്സും ആരോഗ്യ അവസരങ്ങളും ദീർഘായുസും കർത്താവ് തരട്ടെ എന്ന് ഇത്തരത്തിൽ നിങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം കടന്നു വന്ന് ഈ സമയം വേർതിരിച്ചതിന് ദൈവദാസനുള്ളതായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട ശേഷം ആമേൻ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, നൂറുകണക്കിന് പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, ആത്മസൗഖ്യം പ്രാപിക്കട്ടെ, അവരുടെ ശരീരത്തിന് സൗഖ്യം പ്രാപിക്കട്ടെ, അവരുടെ വിഷയങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് അവർ കരകയറട്ടെ. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മാത്രമല്ല, നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി വരെ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുന്നവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.